ഈ മന്ത്രമെങ്കിൽ നമ്മൾ ദിവസം ചൊല്ലിക്കൊള്ളൂ കേട്ടോ. ഈ മന്ത്രം ജപിച്ച് കൃഷ്ണനെ മനസ്സുകൊണ്ടും നമസ്കരിച്ചോളൂ. ഗുരുവായൂരപ്പന് പോകാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ അടുത്തേക്ക് വരും ഗുരുവായൂരപ്പൻ. അത്ര പ്രധാനപ്പെട്ടതാണ് ഈ മന്ത്രം. അങ്ങനെ കുറേ മന്ത്രങ്ങളുണ്ട് ഈ ഭാഗവത്തിൽ. ഭഗവാൻ എന്തെല്ലാമാണ് കാണിച്ചത്. അവിടുത്തെ മനുഷ്യനാണോ? അല്ല. എന്നാൽ മായാമാനുഷ വേഷം കെട്ടി ഒന്നാന്തരം അഭിനയങ്ങളല്ലേ അവിടെ ചെയ്തത്. ഒരാൾക്ക് വരുന്ന പേര് കൃഷ്ണൻ നട്വർ അല്ലേ, ബെസ്റ്റ് ആക്ടറാ. മറ്റാളോ നടരാജൻ മഹാദേവൻ. രണ്ടാളും മോശമല്ല അല്ലേ? രണ്ടുപേരും നടന്നതിൽ അഭിനയത്തിൽ കേമന്മാരല്ലേ? അതെ. അപ്പോൾ ഭഗവാന്റെ ഓരോരോ അഭിനയവും കേമം. നല്ലൊരു ഭർത്താവിനെ മാതിരി അഭിനയിക്കുന്നു, നല്ല ഒരു സഹോദരനെ മാതിരി അഭിനയിക്കുന്നു അല്ലേ, നല്ല സുഹൃത്തിനെ മാതിരി, നല്ല പിതാവിനെ മാതിരി, നല്ല ബന്ധുക്കളെ മാതിരി, ഏതെല്ലാം തരത്തിലാണ്. ദാസനെ പോലെ, സേവകനെ പോലെ, ഏതെല്ലാം നിലയിലാണ് കൃഷ്ണന്റെ അഭിനയം. നമ്മൾ ഈ ഓരോ കഥകളും കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അതിലൂടെ മനസ്സിലാവുന്നില്ലേ ഭഗവാന്റെ ഭക്തവാത്സല്യം, കാരുണ്യം മാത്രമാണ് ഇതിനൊക്കെ കാരണം. അവിടുന്ന് ഏതേത് വേഷം കിട്ടിയാലും അതൊക്കെ മഹയായിട്ട് അഭിനയിക്കുമ്പോഴും അവിടുത്തെ യോഗീശ്വരത്വത്തിന് യാതൊരു കുറവും സംഭവിക്കുന്നില്ല. അറിഞ്ഞുകൊണ്ടാണ് അവിടുന്ന് അഭിനയിക്കുന്നത്. സ്റ്റേജിൽ അഭിനയിക്കുന്നവർ അങ്ങനെയല്ലേ അല്ലേ? അവർക്കറിയാം, ഒരാൾ ഭീമസേനൻ കെട്ടണോ, ഒരാൾ ദുര്യോധനൻ കെട്ടണോ അല്ലേ? ദുര്യോധനെ ഭീമസേനൻ അടിച്ച് തകർത്ത് കൊല്ലണോ അല്ലേ? ഷെയ്ക്കാൻ കൊടുക്കും, കേമായിട്ടോ നിന്റെ അടി അല്ലേ, നിന്റെ അഭിനയം അല്ലേ? അപ്പൊ അതാണ്, അതുപോലെയാണ്. പക്ഷെ നമ്മൾ ഓരോരുത്തരും ഇവിടെ അഭിനയിക്കാൻ വിട്ടവരാ ഭഗവാൻ വേഷം കെട്ടിച്ച്. പക്ഷെ നമ്മളെന്തായി ആ വേഷത്തെ കെട്ടിപ്പിടിച്ച് പറ്റിപ്പിടിച്ച് അതിൽ ആസക്തരായി വേഷേ ഞാൻ കണക്കാക്കിപ്പോയി. അതാ നമുക്ക് പറ്റിയ അബദ്ധം. ശരിയല്ലേ? വേഷം അല്ല, ഞാൻ വേഷക്കാരനാണ് എന്ന തിരിച്ചറിവ്, ആ അറിവോടുകൂടി ഈ വേഷം കെട്ടി കളിക്കുമ്പോഴോ അതാണ് ശരിക്കും ആനന്ദം. ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റോടുകൂടി കളിക്കുന്ന ആൾക്ക് കളി ഗോളടിക്കണേലല്ല, സമ്മാനം കിട്ടുന്നതിലല്ല സന്തോഷം അല്ലേ? ആ കളിയിൽ തന്നെയാണ്. കളിയിൽ എൻജോയ് ചെയ്യണം, എല്ലാം മറക്കണം അല്ലേ? ഇതുമാതിരി നമുക്ക് സാധിക്കണം. അപ്പം എന്താവും, നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ജീവിതത്തിൽ ഭഗവാൻ നമുക്ക് കൽപ്പിച്ചു തന്നിട്ടുള്ള വേഷങ്ങളുണ്ടല്ലോ, അതിസുന്ദരമായിട്ട് അഭിനയിച്ച് തീർക്കാൻ പറ്റും. പക്ഷെ പലരും നമ്മൾക്കും അത് സാധിക്കണില്ല. നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് റോള്. നമ്മൾ ഒരു മകളാണ്, അതേ സമയത്ത് ഭാര്യയാണ്, അതേ സമയത്ത് അമ്മയാണ്, അതേ സമയത്ത് സഹോദരിയാണ്, അതേ സമയത്ത് ഇല്ലോസാണ്, അതേ സമയത്ത് സമാജത്തോടെ ബന്ധപ്പെട്ട് പല റോളുകളുണ്ട് അല്ലേ? ഈ റോൾസൊക്കെ നമ്മൾ ഭംഗിയായിട്ട് അനുഷ്ഠിക്കാറുണ്ടോ? കൃഷ്ണന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ഇതാ. നമ്മൾ കൃഷ്ണന്റെ ജീവിതം കണ്ടിട്ട് വേണം പഠിക്കാൻ. ഏതെങ്കിലും ഒരു റോൾ അഭിനയിക്കുന്നതിൽ കൃഷ്ണൻ കുറവ് വരുത്തിയോ? ഇല്ല. ശത്രുവാകുമ്പോൾ ഒന്നാന്തര ശത്രു അല്ലേ? മിത്രമാകുമ്പോൾ അതുപോലുള്ള മിത്രം, ദാസനാകുമ്പോൾ അതുപോലുള്ള ദാസൻ, സേവകൻ, എല്ലാ രംഗത്തും. ശരിയല്ലേ? അതുമാതിരി ചെയ്യണം. അതാണ് ഭഗവാൻ മാതൃക. എന്തിനാത്? സക്താ കർമ്മണ്യ വിദ്വാംസോ യഥാ കുർവന്തി ഭാരത കുര്യാത് വിദ്വാൻ തഥാ അസക്തഃ. ഗീതോപദേശത്തില് ഈ കൃഷ്ണൻ പറയണതാ, ചികീർഷോർ ലോകസംഗ്രഹം. ലോകത്തിന് മാതൃകയാവണമെങ്കിൽ ശ്രേഷ്ഠപുരുഷന്മാര് സാധാരണക്കാരൻ അത്യന്തം ആസക്തിയോടുകൂടി, മമതാബന്ധത്തോടുകൂടി, ഞാൻ എൻ്റെ എന്നുള്ളതായ ഭാവത്തോടുകൂടി കർമ്മം ചെയ്യും. അതിന്റെ ഫലമായിട്ട് അവർക്ക് ടെൻഷനും വറി ഉണ്ടാവും. പക്ഷെ കർമ്മഫലം വരുമ്പോൾ ദുഃഖം ഉണ്ടാവും, നിരാശ ഉണ്ടാവും അല്ലേ, ഒക്കെ ഉണ്ടാവും. പക്ഷേ ഇതൊന്നുമില്ലാതെ അവര് അനുഷ്ഠിക്കുന്ന അതേ തീവ്രതയോടെ, അതേ ഇൻസ്പിരേഷനോടെ, അതേ സ്പിരിറ്റോടുകൂടി ലോകമംഗളത്തിന് വേണ്ടി ശ്രേഷ്ഠപുരുഷന്മാര് ലോകത്ത് വ്യവഹാരം ചെയ്യണം, കർമ്മം ചെയ്യണം. പക്ഷെ അസക്ത ഒരു കൂട്ടര് അങ്ങേയധികം അറ്റാച്ച്മെന്റോടുകൂടി, ആസക്തിയോടുകൂടി ചെയ്ത് ടെൻഷൻ അടിച്ച് ദുഃഖിക്കുമെങ്കിൽ ഇങ്ങേരോ നിസ്സംഗനായി ഒട്ടലില്ലാതെ. ഇങ്ങനെ എന്തെല്ലാം അഭിനയമാണ് ഈ കൃഷ്ണാവതാരത്തിൽ നമ്മൾ കണ്ടത്. ഇന്ന് നമുക്ക് ഗാർഹസ്ഥ്യാണ് കൃഷ്ണന്റെ പറയാനുള്ളത് അല്ലേ? ഏതെല്ലാം തരത്തിൽ ഭഗവാൻ തന്റെ ഗാർഹസ്ഥ്യ ലീല ഭഗവാൻ അനുഭവിച്ച് കാണിച്ചു തന്നു അല്ലേ? ഈ കൃഷ്ണനേക്കാൾ വലിയൊരു ഗൃഹസ്ഥനുണ്ടാവും ലോകത്തില്? ആദിശങ്കര ഭഗവത്പാദര് വിഷ്ണുഭുരംഗ സ്വത്തിൽ പറയാ, ത്രിലോകീ ഗൃഹസ്ഥായ നമസ്തേ നമസ്തേ എന്ന്. 3 ലോകത്തിലും കൃഷ്ണനെ പോലെ ഒരു ഗൃഹസ്ഥൻ ഉണ്ടാവില്ല. 16,108 ഭാര്യമാര്. ഇവിടെ ഒരു ഭാര്യയും ഒരു ഭർത്താവും ഉണ്ടായിട്ട് മരണം വരെ ഒരു മനസ്സോടുകൂടി, ഒരു ഹൃദയത്തോടുകൂടി ഒന്നിച്ചു വാഴാൻ കഴിയാത്ത കാലമാണിത് അല്ലേ? ഡിസംബറിൽ കല്യാണം കഴിച്ചാൽ ജനുവരിയിൽ ഡൈവോഴ്സ് നോട്ടീസ് തുറക്കണ കാലം. ഇവിടെ പഠിപ്പിക്കുകയാണ് എങ്ങനെ 16,100. ഇതൊക്കെ നമ്മൾ പഠിക്കണ്ടോ? നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇതൊക്കെ നിങ്ങൾ പറഞ്ഞു കൊടുത്തുവോ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. കഥ വെറും എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ടല്ല. എന്റർടൈൻമെന്റ്, സാത്വിക് എന്റർടൈൻമെന്റ്.
അതേസമയത്ത് എൻലൈറ്റ്മെന്റ് ഫോർ ഇന്റലക്ട്, എൻറിച്ച്മെന്റ് ഫോർ ദ ഹാർട്ട്, ഇതൊക്കെ ചേർന്നതാണ് ഭാഗവതം, ഭഗവാന്റെ കഥകള്. മനസ്സിലാവുണ്ടോ? ഈ ഭാഗവതം ഒന്നും വഴി നമ്മുടെ സനാതന ധർമ്മത്തെ സമുദ്ധരിക്കാൻ, നമ്മുടെ കുടുംബ ബന്ധങ്ങൾ നന്നാവാൻ, ഭാര്യാഭർത്തൃ ബന്ധങ്ങൾ ഊഷ്മളമാക്കാൻ, സഹോദരി ബന്ധങ്ങൾ, സഹോദര ബന്ധങ്ങള് അല്ലേ, കുടുംബ കോടതികളും കേസുകളും ഇല്ലാണ്ടാക്കാൻ. പക്ഷേ ഇതൊക്കെ കേട്ടിട്ടും നമ്മൾ ഇതൊക്കെ തന്നെ നടത്തിക്കൊണ്ടിരിക്കണമെങ്കിൽ എന്ത് പ്രയോജനം? ചിന്തിക്കണം വേണ്ടേ? 16,108 ഭാര്യമാര്, ഓരോരുത്തർക്കും 10 കുട്ടികള്, അവിടെ പോലും വ്യത്യാസമില്ല. ഉണ്ടോ? ഓരോ വീട്ടിലും ഉണ്ട് കൃഷ്ണൻ സദാ അവരുടെ ഓരോ അഭിലാഷങ്ങൾ സാധിപ്പിച്ചുകൊണ്ട് അല്ലേ. ആലോചിച്ച് നോക്കൂ, എന്താ ഇതുമാതിരി, എന്തായാലും അഭിനയം. ബെസ്റ്റ് നടനുള്ള അവാർഡ് കൊടുക്കേണ്ടത് ആർക്കാ? ഈ ഭഗവാൻ ശ്രീകൃഷ്ണൻ അല്ലാണ്ട് വേറെ ആർക്കാ? ആലോചിച്ച് നോക്കൂ. എല്ലാ രംഗത്തും ഏതേത് മണ്ഡലങ്ങളിൽ ബന്ധപ്പെട്ടുകൊണ്ട് നാം ഓരോരുത്തരും കഴിയുന്നുണ്ടോ അവിടെയൊക്കെ ഈ കൃഷ്ണനെ കണ്ട് നാം ഓരോരുത്തരും നമ്മുടെ ഡ്യൂട്ടി, നമ്മുടെ റെസ്പോൺസിബിലിറ്റി ഭഗവത് പൂജയായി അർപ്പണ ബുദ്ധിയോടുകൂടി ചെയ്യണം. ഇതിനാ കൃഷ്ണഗാർഹസ്ഥ്യം, ഇതിനാ കൃഷ്ണന്റെ കഥ കേൾക്കേണ്ടത്. മനസ്സിലായോ? നമുക്കൊരു ഉത്തരവാദിത്വം ഉണ്ട് കേട്ട് കഴിഞ്ഞാൽ അല്ലേ. കഥകളെ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തണം. ശരിയോ? ഇല്ലെങ്കിൽ 5000 കൊല്ലം മുമ്പ് കൃഷ്ണൻ നടത്തിയ ഗാർഹസ്ഥ്യം കേട്ടോണ്ട് എനിക്ക് നിങ്ങൾക്ക് എന്താ പ്രയോജനം? ചിന്തിക്കണ്ടേ? പഠിക്കണ്ടേ? വേണം. എങ്ങനെയാ? ഭാര്യയ്ക്ക് അഹങ്കാരം വരുന്ന സമയത്ത് ആ അഹങ്കാരത്തിനെ എങ്ങനെയാ കൊട്ടണത്? രുക്മിണി സംവാദത്തിലൂടെ പറഞ്ഞു. അതേ സമയത്ത് നർമ്മം പറഞ്ഞ്, ഹാസ്യം പറഞ്ഞ് എങ്ങനെയാണ് ഭാര്യയെ സന്തോഷിപ്പിക്കേണ്ടത്, ആനന്ദിപ്പിക്കേണ്ടത്, ആഹ്ലാദിപ്പിക്കേണ്ടത്? ഇന്നത്തെ ഭർത്താക്കന്മാർക്ക് ഭാര്യയായിട്ട് സംവദിക്കാൻ നേരമുണ്ടോ? കുട്ടികളുമായിട്ട് സ്പെൻഡ് ചെയ്യാൻ സമയമുണ്ടോ? സമയമില്ല. അതുകൊണ്ട് അവർക്ക് ചോദിച്ചതൊക്കെ വേണ്ടാത്തൊക്കെ മേടിച്ചു കൊടുക്കുക, എന്നിട്ട് കുട്ടികളെ കേടുവരുത്തുക. ശരിയോ? കുട്ടികൾക്ക് ടൈം കൊടുക്കേണ്ട സമയത്ത് അച്ഛനും അമ്മയും വേണ്ട സമയം കൊടുക്കണം. അല്ലെങ്കിലോ അവരതിന് പറ്റിയ ആൾക്കാരെ കണ്ടുപിടിക്കും. ഈ സാധനം ഉണ്ടല്ലോ, അതിലൂടെ കണ്ടുപിടിച്ചോളും. ഇതപ്പം നടന്നുകൊണ്ടിരിക്കണേ അല്ലേ? എന്തുകൊണ്ടാ? പ്രൈം ടൈം യു ഷുഡ് സ്പെൻഡ് വിത്ത് യുവർ ഫാമിലി. ഓഫീസ് 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 വർക്ക് ഹോളിക്കായ പോരാ. എല്ലാവരോടും ഇല്ലേ? ഓഫീസിൽ പോയാ വീടിനെ മറക്കണം. ഓഫീസ്, മനസ്സിലായോ? ഓഫീസിൽ നിന്ന് വീട്ടിൽ വന്നാലോ ഓഫീസിനെ മറക്കണം. ഓഫീസ് കൊണ്ട് വീട്ടിൽ വരാൻ പാടില്ല, വീടും കൊണ്ട് ഓഫീസിൽ പോകാൻ പാടില്ല. പക്ഷെ പലരും അങ്ങനെയാണോ? നമ്മൾ കഥ കേട്ടിട്ട് നമ്മൾ ആലോചിക്കണം, ഞാൻ നല്ലൊരു ഭാര്യയാണോ, ഞാൻ നല്ലൊരു മകളാണോ, ഞാൻ നല്ലൊരു അമ്മയാണോ, എൻ്റെ ഡ്യൂട്ടി ഞാൻ ഇതുപോലെ അനുഷ്ഠിച്ചിട്ടുണ്ടോ? ആലോചിച്ച് നോക്കണം നമ്മള്. കൃഷ്ണന്റെ അഭിനയം എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ എന്തിനു വേണ്ടി ചെയ്യാ? കുചേലൻ അവിലും കൊണ്ടുപോയ സമയത്ത് ചോദിച്ചില്ലേ, എന്താ സമാവർത്തനം കഴിഞ്ഞിട്ട് വെളി കഴിച്ചോ? അയ്യേ, എനിക്ക് അന്നറിയാം, പരമവിരക്ത ശിരോമണിയില്ലേ അദ്ദേഹം. എന്നാലും ലോകമംഗളത്തിന് വേണ്ടി എങ്ങനെയാണോ യഥാഹം ലോകസംഗ്രഹം, ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്തിനാണോ ഇത്ര വലിയൊരു ഗൃഹസ്ഥനായി ലോകത്തിനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, ഇതുമാതിരിയാണത്രേ സൽപുരുഷന്മാര്. അവർക്കൊന്നിലും ആഗ്രഹമില്ലെങ്കിലും ലോകത്തെ പഠിപ്പിക്കാൻ അവർക്ക് നല്ല റോൾ മോഡൽസ് വേണമല്ലേ? ശരിയല്ലേ? മോഡൽ കാണണം. അച്ഛനും അമ്മയും നല്ല റോൾ മോഡലാവണം മക്കൾക്ക്. ശരിയോ? നമ്മൾ ഉപദേശിച്ചവർ കേൾക്കില്ല. ഭഗവാൻ തന്നെ കൃഷ്ണൻ പറയും ഗീതയില്, യദ്യത് ആചരതി ശ്രേഷ്ഠഃ തത് തത് ഏവ ഇതരഃ ജനഃ. ശ്രേഷ്ഠരെ എന്ത് ആചരിക്കുന്നുവോ, അനുഷ്ഠിക്കുന്നുവോ, ജീവിതത്തിൽ പകർത്തുന്നുവോ, അതാണ് സാധാരണ ആൾക്കാരെ മറ്റുള്ളവരെ പിന്തുടരുക. യദ്യത് വദതി ശ്രേഷ്ഠഃ എന്ന് പറഞ്ഞാൽ ഭഗവാനോടെ മീറ്റർ ശരിയാവുമായിരുന്നു ഏ. പക്ഷെ യദ്യത് വദതി എന്നല്ല പറയേണ്ട. ഉപദേശികൾ ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ. ഉപദേശിയുടെ ജീവിതം എങ്ങനെയാ? ഉപദേശമല്ല മറ്റുള്ളവർ നോക്കണത്, പ്രത്യേകിച്ച് മാതാപിതാക്കന്മാരെ മക്കൾ നോക്കണത്. അവരെങ്ങനെയാ പെരുമാറുന്നത്? അമ്മ അച്ഛനോട് സംസാരിക്കുമ്പോ ദേഷ്യം വരുമ്പോ അമ്മയുടെ ശബ്ദം ഉയരണ്ടോ? ഇതടക്കം കൊച്ചുകുട്ടി പഠിച്ചു കഴിഞ്ഞു. മനസ്സിലായോ? ഇത് പഠിപ്പിക്കണ്ട, പഠിച്ചു കഴിഞ്ഞു. വിലയോടെ, സ്നേഹത്തോടെ, മുതിർന്നവരോട് എത്ര ആദരവോടുകൂടി നമ്മൾ സംസാരിക്കുന്നു, എങ്ങനെ നമ്മൾ അഷ്ടം ദീനന്മാരോട് പെരുമാറുന്നു, ഇതെല്ലാനും മനസ്സിലായില്ലേ? ശ്രേഷ്ഠൻ ചെയ്യണ മാതൃക അവർ പറയണതല്ല, ആചരിക്കുന്നതും അനുഷ്ഠിക്കുന്നതുമാണ് മറ്റുള്ള ആൾക്കാർ പിന്തുടരുക. മനസ്സിലായില്ലേ? അവിടെ ഭഗവാന് ഏറ്റവും വലിയ ഉത്തരവാദിത്വം ഇല്ലേ? ഭഗവാന്റെ തന്നെ കുടുംബം എടുത്ത് നോക്കിക്കോളൂ അല്ലേ? ഇത്രയും ഭാര്യമാരും അതിലും മക്കളും പേരമക്കളും
എത്രയാ ഭാഗവതത്തിൽ പറഞ്ഞിരിക്കണം അവരുടെ വാദ്യന്മാർ തന്നെ സ്കൂൾ വിദ്യാഭ്യാസം തന്നെ എത്രയാ 3,33,00,000 അത്ര ശിട്ടുണ്ട് അല്ലേ? അപ്പൊ ഗ്രാജുവേഷൻ കഴിഞ്ഞവരുടെ സ്ഥിതിയോ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ആ ദ്വാരകയിൽ എത്ര കോടാനുകോടി ജനങ്ങളുണ്ടായിരുന്നു. പിന്നെ എന്നെ നിങ്ങളെ മാറി കൃഷ്ണ ഗുരുവായൂരപ്പ എന്ന് പറഞ്ഞു നടക്കുന്ന ആൾക്കാരുണ്ടല്ലോ. അവർക്കൊക്കെ മാതൃകയാവട്ടെ കൃഷ്ണൻ. ചിന്തിച്ചു നോക്കൂ, ആലോചിച്ച് നോക്കൂ. കൃഷ്ണാവതാരം കൃഷ്ണന്റെ കാലത്തേക്കാൾ അധികം എന്തിനാ? കലൗ ജനിഷ്യമാണാനാം കാലകർമ്മ തമോയുഗം എന്ന കലികാലത്ത് ജനിക്കാൻ പോകുന്ന നമ്മളെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായോ? അപ്പൊ കൃഷ്ണന്റെ ജീവിതം അടുത്ത് പഠിക്കണം. ഭാരതവും കുറച്ച് വായിക്കണം. നിങ്ങൾ ഭാഗവതത്തിൽ അത്ര വിസ്തരിച്ചില്ല, ഭാരതത്തിലാണ് നല്ലോണുള്ളത്. ഭാരതം ഗദ്യമൊക്കെ കിട്ടാണ്ട് കൃഷ്ണന്റെ ജീവിതത്തെ അടുത്ത് പഠിക്കണം. കൃഷ്ണൻ എല്ലാ രംഗത്തും എങ്ങനെയാണ് മാതൃകയായി ജീവിച്ചതെന്ന് മനസ്സിലായോ? അങ്ങനെയുള്ള ഭഗവാനെ അവതരിപ്പിക്കുകയാണ് നമുക്ക് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. എല്ലാം അറിയുന്ന നാരദൻ തന്നെ ആരാണ്? ഭഗവാന്റെ അവതാരമാണ് അല്ലേ? നാരദ മഹർഷി സാധാരണ ഒരാളൽ ഭഗവത് അവതാരമാണ്, നാരായണന്റെ അവതാരമാണ്. ആ നാരദ മഹർഷി പോവാണ് എവിടേക്ക്? ദ്വാരകയിലേക്ക്. 16,000 നരകാസുരനെ വധിച്ച് 16,100 കന്യകമാരെ വിവാഹം കഴിച്ചു. എന്നിട്ട് എല്ലാവർക്കും ഒരു ഭേദമില്ല, ഒരേപോലെയുള്ള വീടുകളാ, എന്താ പറയുക, വില്ലകളാ, ഒരേ മോഡലുള്ള വില്ലകളാ. എല്ലായിടത്തും ഫെസിലിറ്റി ഒരിടത്ത് കൂടുതൽ, ഒരിടത്ത് കുറവില്ല. മനസ്സിലായോ? എല്ലാവർക്കും ഒരേപോലെയാ. എല്ലായിടത്തും ഉണ്ട് ഭഗവാന്റെ പ്രസൻസ്. ഒരു തരത്തിലല്ലെങ്കിൽ വേറെ തരത്തിലുള്ള കുടുംബസ്ഥൻ എങ്ങനെയാണോ കുടുംബകാര്യങ്ങളിൽ മുഴുകി കഴിയുന്നത് അതുപോലെ കഴിയുന്നുണ്ട്. അപ്പൊ നാരദ മഹർഷി ഭഗവാന്റെ എങ്ങനെയാണ് ഭഗവാൻ ഈ 16,108 ഭാര്യമാരോടുകൂടി യാതൊരു കലമ്പലുമില്ലാതെ സന്തോഷമായി എല്ലാവരെയും സന്തോഷിപ്പിച്ചുകൊണ്ട് അനന്തമായിട്ട് കഴിയണത് എന്ന് കാണാനുള്ള മോഹം കൊണ്ട്, വാസ്തവത്തിൽ നമ്മളെ പഠിപ്പിക്കാനുള്ള മോഹമുണ്ട്. നാരദന് അറിയാത്തതല്ലോ ഭഗവാന്റെ യോഗമായ വൈഭവത്തെ കാണാനെന്ന ഭാവത്തില് ചെല്ലുകയാണ്. അവിടെ ചെന്നപ്പോഴോ ആദ്യം തന്നെ ഭഗവാൻ രുക്മിണി ഭവത്തിലേക്കാണ് ചെല്ലണത്. രുക്മിണിയോടുകൂടി ഉദ്ധവനൊക്കെ ഉണ്ട്, പല പല തമാശകളൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇരിക്കണു. ഭഗവാൻ നാരദ മഹർഷിയുടെ നാരായണ നാമം ഗോപുരത്തിൽ കേൾക്കുമ്പോഴേക്കും ചാടി എഴുന്നേൽക്കണു, ഗോപുരത്തിൽ വരണു, കാൽക്കൽ വീഴണു, ദീർഘദണ്ഡ നമസ്കാരം ചെയ്ത് കൂട്ടിയിട്ട് പോകുന്നു. താനിരുന്ന സ്വർണ്ണ സിംഹാസനത്തിൽ ഇരിക്കുന്നു, രുക്മിണിയെ കൊണ്ട് വെള്ളം കൊണ്ടിരിക്കണു. മഹാത്മാവായ ഒരു ആള് നമ്മളേമാരൊരു ഗൃഹസ്ഥന്റെ വീട്ടില് ഒരു സജ്ജനം വരിക, ഒരു മഹാത്മാവ് വരിക എന്ന് പറയാം. ഇതിനേക്കാൾ വലിയ ഭാഗ്യമുണ്ടോ? നല്ല ടൈൽസ് ഒക്കെ ഇട്ടിട്ടേ നല്ല വീടുണ്ടാക്കിയിട്ട് കാര്യമില്ല. മഹാന്മാരുടെ പാദധൂളി പതിഞ്ഞാലേ ആ കുടുംബത്തിലെ അമംഗളങ്ങൾ പോയിട്ട് ഐശ്വര്യം ഉണ്ടാവുള്ളൂ എന്നാണ് നമ്മുടെ വിശ്വാസം. മനസ്സിലായോ? അതുകൊണ്ട് ഇന്നേ പോലെ ഗൃഹസ്ഥൻ ആരാ? ശ്രീരാമചന്ദ്രൻ തന്റെ അവതാരത്തിൽ ഇത് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. പട്ടാഭിഷേകത്തിന് ഇറങ്ങണേ മുമ്പ് നാരദൻ വരുന്നുണ്ടല്ലോ. ആ നാരദനെ രണ്ടുപേരും പോയി കാൽക്കൽ വീഴും, നമസ്കരിക്കലും സ്തുതിക്കലൊക്കെ ചെയ്യണ്ടല്ലോ. ഞാൻ കൃതാർത്ഥനായി ധന്യനായി, ഞങ്ങളെപ്പോലുള്ള ഗൃഹസ്ഥന്മാർക്ക് നിങ്ങളെപ്പോലുള്ള മഹാത്മാക്കളുടെ ദർശനം സത്സംഗം ഉണ്ടായാലല്ലേ മയൽ മുഴുകി പോവാണ്ടിരിക്കുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കണമല്ലോ അതൊക്കെ പറഞ്ഞിട്ട് അല്ലേ. ഇതാ ഭഗവാൻ നാരദ മഹർഷി പോയി നമസ്കരിക്കുക. എപ്പോഴാ എത്തിയ മഹർഷേ? കുശലപ്രശ്നങ്ങൾ ചോദിക്കണോ? ഭഗവാന്റെ ഈ ഗംഭീരമായിട്ടുള്ളതായ ശുശ്രൂഷകളും ഇതെല്ലാം കേട്ട് സന്തോഷമായ മഹർഷി അടുത്ത ഗൃഹത്തിലേക്ക് ചെന്നു. ഇങ്ങനെ ഓരോരോ ഗൃഹങ്ങളിലും നാരദ മഹർഷി പോകുന്നുണ്ട്. ഒരു ഗൃഹത്തിൽ ചെന്ന സമയത്ത് കുട്ടികളെ ലാളിച്ചുകൊണ്ടിരിക്കുകയാണ്. വേറൊരു കൊട്ടാരത്തിൽ ചെല്ലുമ്പോഴോ ഭഗവാൻ ബ്രാഹ്മണർക്ക് ഭോജനം കൊടുത്തത് ശിഷ്ടം പ്രസാദം കഴിക്കുക. വേറൊരു കൊട്ടാരത്തിൽ ചെല്ലുമ്പോഴോ ആയുധപ്പയറ്റ് നടത്തിക്കൊണ്ടിരിക്കുക, അഭ്യാസം നടത്തിക്കൊണ്ടിരിക്കുക കളരിയില്. വേറൊരു കൊട്ടാരത്തിൽ സമയത്തോ എല്ലാ വീട്ടിലും പൂരിക്കലും നമസ്കരിക്കലും കുശലപ്രശ്നമുണ്ടേ. അത് മനസ്സിലാക്കി വേണം. ചോദിക്കുകയാണ്, അപൂർണനാണ് ഞങ്ങളെ പോലെ ഗൃഹസ്ഥന്മാരെ അപൂർണന്മാർ, നിങ്ങളൊക്കെ പരിപൂർണന്മാരാണ്, ഭഗവത് സത്യം സാക്ഷാത്കരിച്ചവരാ. അങ്ങനെയുള്ള മഹാത്മാക്കളായ നിങ്ങൾക്ക് ഞങ്ങൾ എന്തൊരു സേവനമാണ് ചെയ്യേണ്ടത്? എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ സാധിച്ചാൽ അതിനുള്ളൊരു കൃതാർത്ഥത പറയാ ഭഗവാൻ. സ്വന്തം മഹാത്മാക്കൾക്ക് എന്തെങ്കിലും ഒരു സേവ ചെയ്യാൻ സാധിച്ചാൽ ഇതിനേക്കാൾ വലിയൊരു ഭാഗ്യമില്ല അത്രേ പറയാണ് കൃഷ്ണ ഭഗവാൻ. നാരദനെ സേവിച്ചിട്ട് വേണം കൃഷ്ണന് കൃതാർത്ഥനാവാൻ. കുടുംബത്തിനും നല്ലേ ഭഗവാൻ പഠിപ്പിക്കണം നമ്മളെ. വേറൊരു കൊട്ടാര സമയത്ത് ഭഗവാൻ കുട്ടികളുടെ വിവാഹ കാര്യങ്ങൾ ആലോചിക്കുക. വേറൊരു കൊട്ടാര സമയത്തോ കുടുംബത്തോടുകൂടി ഭാര്യയോടും മക്കളോടൊക്കെ ഇതുപോലെ പുരാണ ഇതിഹാസങ്ങൾ മഹാത്മാക്കളെ വിളിച്ചു വരുത്തിയിട്ട് ഭഗവാൻ മുമ്പിൽ പോയിരിക്കുക. ഭഗവാന് ആദ്യമായിട്ട് കേൾക്കണമാതിരി വല്ല ശുഷ്കാന്തിയോടെ മുമ്പിൽ പോയിരിക്കുക. ഭഗവാൻ ഒറ്റയ്ക്കല്ല, ഭഗവാൻ ഭാര്യയും കുട്ടികളൊക്കെ ആയിട്ട് സത്സംഗത്തിന് പോകണം. നമ്മളോ അച്ഛൻ വന്നാൽ അമ്മ വരില്ല, അമ്മ വന്നാൽ അച്ഛൻ വരില്ല, രണ്ടുപേരുന്ന മക്കൾ വരില്ല അല്ലേ? ആലോചിച്ച് നോക്കൂ നമ്മുടെ ഹിന്ദുക്കളുടെ ഒരു സ്ഥിതി. ചെറുതിലേ നമ്മൾ സംസ്കാരം കൊടുക്കണം. വലുതായിട്ട് പിന്നെ വഴിതിരിഞ്ഞ് പോയാലും കുഴപ്പമില്ല, അത് അവർ പൂർവ്വ സംസ്കാരം കൊണ്ടത്. അതൊക്കെ കുറച്ച് കത്തിരിഞ്ഞ് കഴിയുമ്പോൾ ഒരു നേരെ വഴിക്ക് വന്നോളൂ.
മനസ്സിലായോ? അതിനെക്കുറിച്ച് വെറുതെ ചെയ്യേ വേണ്ട. ഒരു 10 വയസ്സിനുള്ളിൽ വേണ്ടതൊക്കെ കൊടുക്കാൻ നമുക്ക് പറ്റണം. അതിന് നമ്മൾ ഈ കഥകളൊക്കെ കേൾക്കണത്. അട്ടെ, വേറൊരു കൊട്ടാര സമയത്തോ ഭഗവാൻ കുതിരപ്പുറത്ത് സഞ്ചരിക്കണു രാമേട്ടനോട് കൂടി. വേറൊരു കൊട്ടാര സമയത്ത് ഭഗവാൻ ഗായത്രി മന്ത്രം ജപിച്ചുകൊണ്ടിരിക്കുക. വേറൊരു സമയത്ത് ഭഗവാൻ പ്രണവജപ ധ്യാനത്തിൽ മുഴുകിയിരിക്കണു. വേറൊരു കൊട്ടാര സമയത്ത് ഭഗവാൻ ഊണൊക്കെ കഴിഞ്ഞ് പള്ളിക്കുറിപ്പ് കൊള്ളുക. മറ്റൊരു കൊട്ടാര സമയത്ത് ധൂതമാഗത വന്ദികൾ ഭഗവാനെ സ്തുതിച്ചു ഉണർത്താൻ ശ്രമിക്കണു. വേറൊരു കൊട്ടാര സമയത്ത് മക്കളുടെ വിവാഹം കഴിഞ്ഞിട്ട് അവരൊക്കെ യാത്ര അയക്കുക വരന്റെ ഗൃഹത്തിലേക്കും വധുവിന്റെ ഗൃഹത്തിലേക്കൊക്കെ. എന്താ നോക്കണേ, ഇങ്ങനെ ഒരു ഗൃഹം പോലും ഭഗവാൻ വിട്ടില്ല, എല്ലാ നാരദം വിട്ടില്ല. ഓരോ ഗൃഹത്തിൽ ചെല്ലുമ്പോൾ നമ്മളൊക്കെ എങ്ങനെയാണോ നമ്മുടെ ഗൃഹകാര്യങ്ങളിൽ മുഴുകി ഓരോ ഉത്തരവാദിത്വങ്ങളിൽ മുഴുകിയിരിക്കുന്നത്, ഇതുപോലെയാണ് ഭഗവാൻ ചെയ്തുകൊണ്ടിരിക്കണം കണ്ടത്. വേറൊരിടത്ത് ഹോമം ചെയ്തുകൊണ്ടിരിക്കണോ, വേറൊരിടത്ത് മന്ത്രിമാരുമായിട്ട് വലിയ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കണോ, ഭരണകാര്യങ്ങളെ കുറിച്ച് ചർച്ച നടത്തിക്കൊണ്ടിരിക്കണോ. വേറൊരു കൊട്ടാര സമയത്ത് ഉദ്ധവനുമായിട്ട് കാര്യാലോചന ചെയ്തുകൊണ്ടിരിക്കണോ. വേറൊരു കൊട്ടാര സമയത്ത് ഭഗവാൻ ആയുധപ്പയറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഓരോ കൊട്ടാരത്തിലും ഭഗവാനെ കണ്ടു. ഓരോരോ കാര്യങ്ങളിൽ വ്യഗ്രത പൂണ്ടുകൊണ്ട് അവസാനം നാരദന് മനസ്സിലായി. നാരദൻ പോയി കാൽക്ക് വീണു. വിദാമയോഗമായാസ്തേ ദുർദർശ അഭിമായിനാം യോഗേശ്വരാത്മൻ നിർബാധ ഭഗവൽ ഭവൽ പാദ നിഷേവയ. ഭഗവാനെ, യോഗീശ്വരന്മാർക്ക് പോലും മനസ്സിലാക്കാൻ കഴിയാത്തതാണ് അവിടുത്തെ മായ. ഒന്ന് ആലോചിച്ച് നോക്കുക. സങ്കല്പമാത്രം കൊണ്ട് ഈ ബ്രഹ്മാണ്ട കോടികളുടെ സൃഷ്ടിയും സംസ്ഥിതിയും സംഹാരവും നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രഭുവിന് ഈ 16,108 കുടുംബങ്ങളിൽ മുഴുകിക്കൊണ്ട് അവരെ ഉത്തരവാദിത്വം നിർവഹിക്കുന്ന ഒരു വിഷയമാ ആണോ? അല്ലല്ലോ. ഭഗവാനെ, യോഗേശ്വര, അവിടുത്തെ പാതാരവിന്ദങ്ങളെ സ്മരിച്ചുകൊണ്ട് അനുജാനീഹിമാം ദേവ ലോകാംസ്തേ സാപ്ലുതാൻ പര്യടാമി തവോദ്ഗായൻ നീലാം ഭുവനപാവിനി. ലോകത്തെ മുഴുവൻ പരിശുദ്ധമാക്കുന്നതാണ് അവിടുത്തെ തിരുനാമവും അവിടുത്തെ കഥകളും ലീലകളും. അമൃതസമാനമായ കഥകളെ പാടി തിരുനാമത്തെ ജപിച്ചുകൊണ്ട് ഈ ലോകത്തെ മുഴുവൻ അനുഗ്രഹിച്ചുകൊണ്ട് സഞ്ചരിക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുക. ആ സമയത്ത് ഭഗവാൻ ഒരു ഉപദേശം പറയുക. ബ്രഹ്മൻ നാരദമഹർഷിയോട് പറയുക, ധർമ്മസ്യ വക്താഹം കർത്ത തദനുമോദിത തശിക്ഷയൻ ലോകം ഇമം ആസ്തിത പുത്രമാഹിത. നേരത്തെ പറഞ്ഞത്, നാം ആചരിച്ചാലേ നമ്മുടെ ഉപദേശത്തിന് എഫക്റ്റ് ഉണ്ടാവുള്ളൂ. നമ്മുടെ ഉപദേശം മറ്റുള്ളവരുടെ മനസ്സിനെ സ്വാധീനിക്കണമെങ്കിൽ നാം ആ ഉപദേശത്തിനനുസരിച്ച് ജീവിക്കണം. അധികം ഉപദേശിച്ചില്ലെങ്കിലും കുട്ടികൾക്ക് നമ്മൾ ജീവിക്കുന്ന കണ്ട തന്നെ ആ കുട്ടികൾ അതൊന്നും പഠിച്ചോളും. മനസ്സിലായോ? നമ്മുടെ ആചരണമാണ് അവർക്ക് മാതൃക. ഇവിടെ പറയാൻ, ഞാൻ ധർമ്മത്തിന്റെ വക്താവാണ്, ഞാൻ ധർമ്മം ഉപദേശിക്കണ്ടല്ലേ. ഈ മഹാഭാരത യുദ്ധത്തിൽ കുരുക്ഷേത്രത്തിൽ കയറിയിട്ട് ഗംഭീരമായി ഗീതോപദേശം ചെയ്തില്ലേ? ഉദ്ധവോപദേശം ചെയ്ത് 2 ഗീതകൾ തന്നില്ലേ ലോകത്തിന്? ഉപദേശിയേ പോരാ, തദനുമോദിത, ഞാൻ അതിനെ അനുമോദിക്കുന്നു അനുഷ്ഠിക്കുന്നവർക്ക്. അതിനോ വക്താവം കർത്ത, ഞാനാണല്ലോ വേദത്തിന്റെ സ്ഥാപകൻ, ധർമ്മത്തിന്റെ സ്ഥാപകൻ. ധർമ്മത്തിന്റെ മൂലം എന്താ? വേദോഖിലോ ധർമ്മമൂലം എന്നാണ്. വേദമാണ് ധർമ്മത്തിന്റെ ആധാരം. ആ വേദങ്ങൾ ആരുന്നുണ്ടായതാ? ആരാ ഉണ്ടാക്കിയതാ? പ്രകാശിപ്പിച്ചത്, ഋഷിമാർക്ക് റിവീൽ ചെയ്ത് കൊടുത്തത് ഭഗവാനാണ്. ആ നിലയ്ക്ക് ഭഗവാൻ അതിന്റെ കർത്താവുമാണ് അല്ലേ? തശിക്ഷയൻ, അതിനെ ലോകത്തിന് സ്വയം ആചരിച്ച് അനുഷ്ഠിച്ച് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് നാരദരെ ഞാനിപ്പോൾ ഈ മായ കൊണ്ട് ഇതൊക്കെ കാണിച്ചു തന്നത്. ഇവിടെ ഭഗവാൻ പറയുകയാണ്, നാരദരെ, പുത്ര, എൻ്റെ ഉണ്ണീന, മാഖിത, അല്ലാണ്ട് എൻ്റെ മായ കാണിച്ച് നിന്നെ വെള്ളം കുടിപ്പിക്കാനല്ല, നിന്നെ മോഹിപ്പിക്കാനല്ല ഞാനത് ചെയ്തത്. പിന്നെ എന്തിനു വേണ്ടിയിട്ടാ? ലോകത്തിന് മാതൃകയാവാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് നമ്മൾ എടുക്കേണ്ടത് കൃഷ്ണനെന്ന്. നമ്മുടെ സനാതന ധർമ്മം ഒന്നും ക്ഷയിക്കില്ല. ഇന്ന് ക്ഷയിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണം എന്താ? നമ്മുടെ അച്ഛനമ്മമാരും നമ്മുടെ കുടുംബങ്ങളും ആണ് അല്ലേ? നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ ധർമാചരണം ഇല്ല, നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങളില്ല. അത് നമ്മൾ തിരിച്ചു കൊണ്ടുവരാതെ ആര് വിചാരിച്ചാൽ ഗവൺമെന്റ് ഏതെങ്കിലും മാറി വന്നിട്ട് നമ്മുടെ രാജ്യത്തിന് ഉദ്ധരിക്കുമോ? ചിന്തിക്കുമോ? ഈ കാലഘട്ടത്തിൽ വളരെ പ്രസക്തമായ കാര്യമാണിത്. മറ്റുള്ള മതത്തിൽ നമ്മൾ പഠിക്കേണ്ടതുമാണിത് അല്ലേ? അവര് രാവിലെ 6 മണിയാകുമ്പോഴേക്കും പീക്കിരിയായ കുട്ടികളെ മുഴുവൻ മദ്രസയിലേക്ക് അയക്കും. നമ്മുടെ ഞായറാഴ്ച ഒരു ഗീതാ ക്ലാസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു കുട്ടികളുടെ ഒരു ക്ലാസ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അയക്കുമോ? അന്നവനാണ് മ്യൂസിക്, ഡാൻസ്, എന്താ കീബോർഡ്, അത് ഇത് 100 കൂട്ടങ്ങളാ. ഇതാണോ ഇമ്പോർട്ടൻ്റ്? അതോ നമ്മുടെ സംസ്കാരമാണോ?
നമ്മൾ എത്ര അമ്മമാർ ഇത്ര ചിന്തിച്ചു നോക്കും, മുത്തശ്ശന്മാർ ശരി നമ്മുടെ കുട്ടികളെ നമ്മൾ ഇതിന് അയക്കുന്നുണ്ട്. നമ്മളിതൊക്കെ ധാരാളം കേൾക്കുന്നുണ്ട് സപ്താഹങ്ങൾ എല്ലായിടത്തൊക്കെ. നമ്മൾ എന്തുകൊണ്ട് കുട്ടികൾക്ക് ഈ കഥകൾ പറഞ്ഞു കൊടുക്കണില്ല? പണ്ടൊക്കെ നമ്മൾ മുത്തശ്ശിയുടെ മൊത്തം കേട്ടിട്ടല്ലേ ഉറങ്ങിയത്. ഇന്നങ്ങനെ മുത്തശ്ശിയുടെ ഉറങ്ങലുണ്ടോ? ഒക്കെയാണ് കൂടുമ്പായില്ലേ. അച്ഛനും അമ്മയ്ക്ക് നേരമുണ്ടോ? ഒരു ടെൻഷൻ അടിച്ചല്ലേ വരണേ. കുട്ടികൾ മുഴുവൻ ഈ ഗാഡ്ജറ്റിൽ നിന്നിട്ടല്ലേ എന്തൊക്കെ ഇതിലുള്ളതല്ലേ കാണുന്നതും അറിയുന്നതും. അതല്ലേ അവരെ ലോകം. ചിന്തിച്ചു നോക്കൂ. നമുക്ക് ഓരോരുത്തർക്കും ഉത്തരവാദിത്വമുണ്ട്. ഈ ദൗത്യം, ഇതിന് വലിയ ക്വാളിഫിക്കേഷൻ ആവശ്യമില്ല. എന്ത് വേണം? വരും തലമുറ രക്ഷപ്പെടുന്നുള്ള ഒരു കൃപ വേണം, കാരുണ്യം വേണം. അതാണ് പ്രഹ്ലാദൻ നമ്മളെ പഠിപ്പിച്ചത് അല്ലേ. ഹിരണ്യകശിപുവിന്റെ തലമുറ പോയി, ഇനി അവരെ നേരെയാക്കാൻ പറ്റില്ല. അതുകൊണ്ട് ക്യാച്ച് ദം യങ്, ഈ ന്യൂ ജനനെ പിടിക്കണം. അതുകൊണ്ട് തന്റെ കൂട്ടുകാരെയൊക്കെ വിളിച്ചിട്ടല്ലേ ആദ്യം തന്നെ ഭഗവത് കഥകളും ഭഗവത് നാമത്തിന്റെ മഹിമയും പറഞ്ഞു കൊടുത്തത്. നമ്മൾ ധാരാളം കേട്ടിട്ട് എന്തെങ്കിലും ഒന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഗുണമെങ്കിൽ ആ ഗുണം പങ്കുവച്ചാൽ മതി. നമ്മൾ വലിയ പ്രാസംഗികന്മാരൊന്നും ആവേണ്ട ആവശ്യമില്ല. കുട്ടികളോട് സ്നേഹം ഉണ്ടായാൽ മതി. ചെറിയ ചെറിയ കീർത്തനങ്ങൾ പഠിപ്പിക്കുക, ചെറിയ ചെറിയ ഭജനകൾ പഠിപ്പിക്കുക, ചെറിയ ചെറിയ നുറുങ്ങ് കഥകൾ, കണ്ണൻ്റെ കഥകൾ പറഞ്ഞു കൊടുക്കുക. ധാരാളം മതി. ഇതില്ലാത്തതാണ് നമ്മുടെ നാടിൻ്റെ ശാപം. നമ്മൾ വെറുതെ കൃഷ്ണന്റെ ഗാർഹസ്ഥ്യവും കൃഷ്ണന്റെ കഥയും ഒക്കെ നമ്മൾ പറഞ്ഞിട്ടോ ഭാഗവത സപ്താഹം നടത്തിയിട്ടോ എല്ലാം മനസ്സിലുണ്ട് ഇപ്പൊ സപ്താഹേ അല്ലേ. പക്ഷെ അതിനനുസരിച്ചുള്ള ധനാതന ധർമ്മത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പ് നമ്മുടെ നാട്ടിൽ ഉണ്ടാവണ്ടോ? നാം ഒരു ആത്മപരിശോധന ചെയ്യേണ്ടതാണ്. ഭാഗവതത്തെക്കാളും നന്നായിട്ട് നമ്മുടെ ധർമ്മത്തെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റിയൊരു എന്താ പറയുക, ഒരു വേദി, ഒരു പ്ലാറ്റ്ഫോം ഉണ്ടോ? ഇല്ല. ഭഗവത്ഗീതയൊക്കെ ബുദ്ധിമുട്ടാ. അത് മുഴുവൻ തത്വശാസ്ത്ര. ഭാഗവത്തിൽ ഇഷ്ടം പോലെ നമ്മുടെ ലൈഫുമായി റിലേറ്റ് ചെയ്യാവുന്ന ആ സന്ദർഭങ്ങളും കഥകളും ഉണ്ടല്ലേ. ചെയ്യണം നമ്മൾ. അതുകൊണ്ട് പറയണു, കൃഷ്ണന്റെ ഈ വാക്ക് ശ്രദ്ധിക്കൂ. എന്തിനാ? നാരദനെ പറ്റിക്കാൻ വേണ്ടിയിട്ടല്ല ഈ എല്ലാ വീട്ടിലും ഇങ്ങനെ എൻഗേജറായി കൃഷ്ണൻ കാണിച്ചു കൊടുത്തത്. പിന്നെ എന്നാ? തശിക്ഷയൻ, ഇൻ ഓർഡർ ടു എഡ്യൂക്കേറ്റ് മൈ ഡിവോട്ടീസ്. മനസ്സിലായോ? എൻ്റെ ഭക്തരെയും എൻ്റെ പുത്രപൗത്ര പരമ്പരയെയും എൻ്റെ നാട്ടുകാരെയും എനിക്ക് ശേഷം വരാൻ പോകുന്ന ആൾക്കാരെയൊക്കെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, അവർക്ക് മാതൃക കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ഒരു റോൾ മോഡൽ കൃഷ്ണൻ ജീവിച്ചിരുന്നു. എല്ലാ രംഗത്തും കൃഷ്ണൻ അദ്വിതീയനായിരുന്നു. ഒരു രംഗത്തും മോശക്കാരനായിരുന്നില്ല. പുറത്ത് ആസക്തനെ പോലെ, നമ്മൾ പറയും ഈ പെണ്ണുങ്ങളിലൊക്കെ അത്യന്തം ആസക്തനെ പോലെ സാധാരണക്കാർ തോന്നും. ഉള്ളിലോ നിസ്സംഗൻ, യോഗീശ്വരൻ. യോഗ കർമ്മസു കൗശലം എന്ന് ഗീതയിൽ ഉപദേശിച്ച കൃഷ്ണൻ തന്റെ ജീവിതത്തിൽ കാണിച്ചു തരിക, പഠിപ്പിച്ചു തരിക അല്ലേ. കർമ്മത്തിലുള്ള സാമർഥ്യമാണത്രേ, നിപുണതയാണത്രേ യോഗം. കണ്ണടച്ച് ഇരിക്കലല്ല മാത്രമല്ല. എന്താ അത്? ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കണേ. ഇവിടുത്തെ വിസ്തരിക്കാൻ നമുക്ക് പറ്റില്ല. പക്ഷേ എന്തെങ്കിലും ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ കടന്നാൽ, നമുക്കിടെ ഉള്ളിൽ ഇത് മാറ്റം ഉണ്ടാക്കിയാൽ, നാം നമ്മുടെ കുടുംബത്തിൽ ഈ ധർമ്മത്തെ ആചരിക്കാനും അനുഷ്ഠിക്കാനും തുടങ്ങിയാൽ, നാം വരും തലമുറയ്ക്ക് ഇത് പകർന്നു കൊടുക്കാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറായാൽ ധന്യമായി. മനസ്സിലായോ? അപ്പോഴാണ് ഇത്തരം സത്രങ്ങളും ഇത്തരം സപ്താഹങ്ങളും സഫലമാകുന്നത്, സാർത്ഥകമാകുന്നത്. അമ്മയ്ക്ക് ഭക്തി, കണ്ണൻ്റെ ഭക്തിയും കണ്ണൻ്റെ അനുഗ്രഹവും സത്രം നടത്താൻ തന്നെയുണ്ട് സുദർശനമ്മയ്ക്ക്. മനസ്സിലായോ? ആ ഭക്തൻ പേഴ്സണലായി അനുഭവിക്കുക. മനസ്സിലായോ? അവര് അങ്ങനെയുള്ള അമ്മയിലൂടെ ധാരാളം അമ്മയുടെ അറിഞ്ഞ ഭക്തന്മാരും കൂടി ഇവിടെ വരിക അല്ലേ. സാധാരണ അമ്പലത്തിൽ സപ്താഹം ഇത്ര ആളൊന്നും വരില്ല. അപ്പൊ ഇത്ര ആൾക്കാർക്കും കൂടി ഇതൊക്കെ മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു അവസരമാണ് കൃഷ്ണൻ അവരെ കൊണ്ട് ചെയ്യിക്കുക. അറിയോ? ആലോചിച്ച് നോക്കൂ. തശിക്ഷയൻ ലോകമിമമാസ്ഥിത പുത്രമാഹിത. എന്ത് കണ്ടിട്ട് നീ മോഹിതനാവണ്ട ഉണ്ണി. ഇങ്ങനെ പാവനാൻ ഗൃഹമേദിനാം സദ്ധർമാൻ, ഗൃഹമേധികൾക്ക് ഗൃഹസ്ഥന്മാരെ അനുഷ്ഠിക്കേണ്ടതായ സദ്ധർമ്മങ്ങളെ, ഏതൊരു ധർമ്മത്തെ ഈശ്വര ആരാധനമായി ചെയ്തുകൊണ്ട് ഓരോ ഗൃഹസ്ഥനും ജീവൻ മുക്തനാകാം എന്ന് പഠിപ്പിച്ച ജീവൻ മുക്ത ഗൃഹസ്ഥനാ കൃഷ്ണൻ. മനസ്സിലാവുന്നില്ലേ? എന്താണ്? നമുക്ക് 5-6 ശത്രുക്കളുണ്ടെന്നാണ് പറഞ്ഞത്. നമ്മുടെ 5 ഇന്ദ്രിയങ്ങളും നമ്മുടെ മനസ്സും ശത്രുവാണ്, അല്ലെങ്കിൽ ബന്ധുവാണ്. നമ്മൾ പറഞ്ഞാൽ കേട്ടാൽ അത് മിത്രമാണ്, പറഞ്ഞാൽ കേട്ടില്ലെങ്കിലോ, അവർ പറഞ്ഞ് നമ്മൾ കേൾക്കണമെങ്കിലോ ശത്രുവാണ് അല്ലേ. ഇന്ദ്രിയാരാധീൻ. ഈ ഇന്ദ്രിയങ്ങളാവുന്ന ശത്രുക്കളെ എങ്ങനെ ജയിക്കാൻ കഴിയും? 2 മാർഗം ഉണ്ടെന്നാ ശാസ്ത്രം പറയണേ. ഒന്ന് കോട്ടയ്ക്ക് അകത്തിരുന്ന് ശത്രുവിനോട് പോരാടാം, അല്ലെങ്കിലോ ഒന്ന് കോട്ടയ്ക്ക് വെളിയിൽ നിന്നിട്ടാവാം. ഏതാ സേഫ്? കോട്ടയ്ക്ക് വെളിയിൽ വന്നിട്ട് അടരാടുന്ന അല്ല അല്ലേ, അപകടം കൂടുതലാ, റിസ്ക് കൂടുതലാ. കോട്ടയ്ക്ക് അകത്തിരുന്നിട്ട്
അറിയില്ല. ഇതാണ് ഗൃഹസ്ഥാശ്രമം എന്ന് പറഞ്ഞാൽ ആ ഇന്ദ്രിയ മനസ്സുകളാകുന്ന ശത്രുക്കളെ മെരുക്കി ഭഗവാനെ സേവിക്കാൻ, ഭഗവാനിൽ ഭക്തി ചെയ്യാൻ, ഭഗവാന്റെ പാതാരബിന്ദങ്ങളിൽ ഉറപ്പിക്കാൻ ഉള്ള ഒന്നാന്തരം ഒരു കളരിയാണ് ഭഗവാൻ പറഞ്ഞത്. ഇതാണ് ശാസ്ത്രം പറയണേ. മനസ്സിലായോ? ഇത് നമുക്ക് കാണാം. ഗൃഹസ്ഥാശ്രമം വേണ്ടാന്ന് വെച്ച് നാരദാശ്രമത്തിൽ പോയി നാരദന്റെ ശിഷ്യനായ പ്രിയവ്രതനോട് ബ്രഹ്മാവ് എന്ന് പറഞ്ഞിടത്ത് നമുക്ക് കാണാം പഞ്ചമത്തില്. പോരാ, കർദമൻ ദേവഹൂതിയോട് പറയുന്ന സംഘത്ത് നമുക്ക് കാണാം. മനസ്സിലായോ? മറ്റ് ആശ്രമികളെക്കാൾ എളുപ്പത്തിൽ ഗൃഹസ്ഥന് തന്റെ ഇന്ദ്രിയ മനസ്സുകളാവുന്ന ശത്രുക്കളെ മെരുക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അതിന് അവസരം ഉണ്ടാക്കി തരുന്ന നിന്നോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു എന്നാ പറഞ്ഞ ഭാര്യയോട്. ഇതാണ് ഭർത്താവിന് ഭാര്യയോട് ഉണ്ടാവേണ്ട മനോഭാവം. ഇതൊന്നും പഠിക്കാതെ കല്യാണം കഴിപ്പിച്ചും കൊടുത്ത് അങ്ങനെയൊക്കെ ഉണ്ടാവും. മനസ്സിലായോ? ഭാര്യയോട് ഉത്തരവാദിത്വമുണ്ട് ഭർത്താവിന്, ഭാര്യയ്ക്കുമുണ്ട്. ഇതൊക്കെ കർദ്ദമം പറയണ ആ വാക്കുകളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കും. ശരിയല്ലേ? അതെ. ഗൃഹസ്ഥൻ പഞ്ചയജ്ഞങ്ങൾ ചെയ്യണം. മനസ്സിലായോ? ഗൃഹസ്ഥന്റെ ജീവിതം ധർമ്മത്തിൽ അധിഷ്ഠിതമാണ്. എല്ലാവരുടെയും ഒരാശ്രമം ഭോഗത്തിനല്ല, എല്ലാ ആശ്രമത്തിലും ഉണ്ട് അവരുടേതായ ധർമ്മം. അല്ലേ? സ്വധർമ്മേണ ഹരിതോഷണം. ഇതാണ് ഭഗവാൻ ഭാഗവത്തിൽ പറഞ്ഞു തരുന്നത്. സ്വധർമ്മം കൊണ്ട് ഭഗവാനെ ആരാധിച്ചാൽ എന്ത് കിട്ടും? ശാന്തി കിട്ടും, മുക്തി കിട്ടും. മുക്തി എന്ന് പറഞ്ഞാൽ ശാശ്വത ശാന്തിയാണ്. ഭാഗവതം വ്യക്തമായി പറയുന്നുണ്ട്. തഥ പരാം ശാന്തി മൊബൈലി സാക്ഷാൽ. ചത്തതിന് ശേഷം ഒരു അവാർഡ് കിട്ടലല്ല മുക്തി, ഏതോ ഒരു ലോകാന്തര ഗമനവും അല്ല മുക്തി. മനസ്സിലായോ? ന മോക്ഷോ നഭസപൃഷ്ടേ ന പാതാളേ നിജ ഭൂതലേ മോക്ഷോ ഹി ചേതോ വിമലം സമ്യക് ജ്ഞാനം അവസ്ഥിതം. എവിടെയത്? യോഗവാസിഷ്ടത്തില് അവതാര പുരുഷനായ ശ്രീരാമചന്ദ്ര സ്വാമിക്ക് കുലഗുരുവായ വസിഷ്ഠൻ പഠിപ്പിക്കുക. മോക്ഷം എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും പോക്കും വരവല്ല. പിന്നെയോ ചേതോ വിമലം, അത്യന്തം നിർമ്മലവും പരിശുദ്ധമായിട്ടുള്ളതായ മനസ്സിൽ സമ്യജ്ഞാനം, ശരിയായ അറിവുണ്ടാവും. ആരാണ് നമ്മൾ ഓരോരുത്തരും? നമ്മുടെ യഥാർത്ഥ സ്വരൂപം എന്താണ്? ആ തത്വബോധം ഉണ്ടാവും. മനസ്സിലായോ? അപ്പോഴോ അവൻ ശാശ്വതമായ ആനന്ദ സ്വരൂപമാണ് തൻ്റെ സ്വരൂപമെന്ന് തിരിച്ചറിഞ്ഞ് അവൻ മുക്തനായിത്തീരും. മരിച്ചതിന് ശേഷമൊന്നുമില്ല, ജീവന്നേവ മുക്തനാണ്. മനസ്സിലായോ? ആത്മാരാമനായി, ആത്മരതിയായി, ആത്മക്രീഡ ചെയ്തുകൊണ്ട് ഈ ലോകത്തിൽ ഒന്നിനെയും ഡിപ്പെൻഡ് ചെയ്യാതെ സ്വതന്ത്രനായി ഈ ലോകത്തിൽ വാഴാൻ സാധിക്കും. അങ്ങനെ വാണ ആളാണ് കൃഷ്ണൻ. അതിനുള്ള ഉപദേശമാണ് ഭഗവാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ ഭഗവാന്റെ ഈ ജീവിതം വളരെ 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 പ്രചോദനാത്മകമാണ്. ഭഗവാന്റെ അനന്ത മഹിമയോടുകൂടിയ ഭഗവാന്റെ ഈ വൈഭവം കണ്ട് ഭഗവാനെ വീണ് നമസ്കരിച്ചുകൊണ്ട് നാരദ മഹർഷി പറയുക, ഭഗവാനെ എന്താണ് സംസാരകൂപ പരിതോത്തരണാവലംബം? ഈ സംസാര ജീവിതത്തെ, പ്രാപഞ്ചിക ജീവിതത്തെ ഒരു പൊട്ടക്കിണറ്റിൽ വീണ് കഷ്ടപ്പെടുന്ന മാതിരിയാണ് കവികളൊക്കെ വർണ്ണിച്ചിരുന്നത്. ആ പൊട്ടക്കിണറ്റിൽ വീണ ആൾക്ക് പുറത്തേക്ക് കിടക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു പിടിവള്ളി വേണ്ടേ, ഒരു കോണി വേണ്ടേ, അല്ലെങ്കിൽ ആരും കയറിട്ട് തരണ്ടേ, പിടിച്ചു കയറ്റണ്ടേ? അതാണത്രേ ഭഗവത് പാദഭക്തി, കൃഷ്ണഭക്തി. ഭഗവാന്റെ പാതാരവിന്ദങ്ങളെ പരിപൂർണമായി ആശ്രയിക്കൂ, അനായാസേന ഇവിടുന്ന് രക്ഷപ്പെടാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള ഭുവനഭാവനിയായ ലോകത്തെ മുഴുവൻ പരിശുദ്ധമാക്കുന്ന മംഗളകരമായ അവിടുത്തെ പാവന ലീലകളെ പാടിക്കൊണ്ട് സഞ്ചരിക്കാൻ അനുഗ്രഹിക്കണമേ ഭഗവാനെ. അവിടുത്തെ എല്ലാ പ്രവൃത്തികളും മനുഷ്യപദവീം അനുവർത്തമാന. മനുഷ്യനെ പോലെ, മനുഷ്യനല്ല അവിടുന്ന്, മായാമാനവനാണ്. മനുഷ്യപദവി അനുവർത്തമാന. മനുഷ്യ വേഷം കെട്ടിക്കൊണ്ട് ഒരു മനുഷ്യൻ എങ്ങനെയാണോ തൻ്റെ സ്വധർമ്മം ഈശ്വരാരാധനമായി അനുഷ്ഠിച്ച് മുക്തരാവേണ്ടതെന്ന് പഠിപ്പിക്കുക. ഇതൊക്കെ ഭഗവാൻ നോക്കൂ, വളരെ 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 മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഭഗവാൻ കൃഷ്ണന്റെ ജീവിതമാണ് ഭാരതവും. ഭഗവാന്റെ സന്ദേശമാണ് ഭഗവത്ഗീത. ആ 18 അധ്യായമുള്ള ഭഗവത്ഗീതയുടെ ഓഡിയോ വിഷ്വൽ ഡെമോൺസ്ട്രേഷനാണ് 18,000 ശ്ലോകമുള്ള ശ്രീമദ് ഭാഗവതം. ഞാൻ പറഞ്ഞതല്ലേ, നമ്മുടെ ഗുരുജിയായ തേജോമയാന സ്വാമിജി പറഞ്ഞത്. മനസ്സിലായോ? ഞങ്ങളെ ഭാഗവതം പഠിപ്പിച്ചപ്പോൾ അത് ഓഡിയോ ആണെങ്കിൽ ഇത് വിഷ്വലാ. അതാണ് അതിൻ്റെ എഫക്റ്റ് കൂടുതലേ. നോക്കൂ, ഭഗവാൻ ഗീതയിൽ എന്തൊക്കെ പറഞ്ഞോ അതൊക്കെ നമുക്ക് ഭാഗവത്തിൽ കാണാമെന്ന സ്വാമിജി പറഞ്ഞു. കൃഷ്ണന്റെ ജീവിതത്തിലേക്ക് നോക്കിയാൽ ശരിയോ? എന്താണ് മോക്ഷം? സ്വകർമ്മണാ തമഭ്യർച്ച്യ സിദ്ധിം വിന്ദതി മാനവ യദപ്രവൃത്തി ഭൂതാനി യേന സർവമിദം ഗതം സ്വകർമ്മണാ തമഭ്യർച്ച്യ സിദ്ധിം വിന്ദതി മാനവ. മാനവന് ശാന്തിക്ക്, ശാശ്വത ശാന്തിയാവുന്ന മുക്തിക്ക് എന്താ മാർഗം? ഒന്നേ ഉള്ളൂ. ആരിൽ നിന്നാണോ ഈ സമസ്ത പ്രപഞ്ചവും ആവിർഭവിച്ചത്, ആരിലാണ് നിലനിൽക്കുന്നത്, ആരെക്കൊണ്ടാണ് അതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്,
എല്ലാത്തിലും ആരാണോ നിറഞ്ഞു നിൽക്കുന്നത് ആകാശം പോലെ സ്വകർമ്മണ അവനാണ് തൻ്റെ ഉള്ളിൽ അന്തര്യാമിയായി, തൻ്റെ മനസ്സാക്ഷിയായി, തൻ്റെ ആത്മാവായിരിക്കുന്നത്. ആ ഭഗവാൻ നമ്മുടെ ഉള്ളിൽ ആത്മാവായിരിക്കും. നമുക്ക് ജീവനുണ്ടോ, നമുക്ക് ഉണ്മ തരണത്, നമുക്ക് എക്സിസ്റ്റൻസ് തരണത്, നമുക്ക് നിലനിൽപ്പിന് കടപ്പെട്ടിരിക്കുന്നത് ആ ഭഗവാനോടാണ്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ഭഗവാന്റെ കയ്യിൽ ഒരു ഉപകരണമാണ്. നിമിത്തമാത്രം ഭവ സവ്യസാചി എന്ന് ഓർമ്മിപ്പിച്ചിട്ടില്ലേ നമ്മളെ ഗീതയിലൂടെ? നിങ്ങളൊരു നിമിത്തമാണ്. ഞാനാ ഉള്ളിൽ നിന്നൊക്കെ നടക്കണം. കരണ്ട് പോയാൽ ഈ വൈദ്യുത ഉപകരണങ്ങൾ വല്ലതും പ്രവർത്തിക്കുമോ? അതുപോലെയാ ആ ഉപകരണങ്ങൾ പോലെയുള്ളൂ നമ്മളെ എല്ലാം, ശരീരവും മനസ്സും ബുദ്ധിയൊക്കെ. അത് ഓർത്തുകൊണ്ട് നിനക്ക് ഓരോരുത്തർക്കും ഓരോരോ ഉത്തരവാദിത്വങ്ങൾ ഭഗവാനാണ് തന്നിക്കുന്നത്. ഭഗവാൻ ആരാണ്? ഏഷ കർമാധ്യക്ഷ. അവിടുന്നാണ് കർമ്മ അധ്യക്ഷൻ. അവിടുന്ന് ഉള്ളിൽ അധ്യക്ഷനായി ഉണ്ടെങ്കിൽ മാത്രമേ ഈ വ്യവഹാരം നടക്കുള്ളൂ, അല്ലേ? ഏഷ സർവജ്ഞ. അവിടെ സർവജ്ഞനാണ്. എല്ലാവരുടെയും ഉള്ളിൽ നിന്ന് എല്ലാവരുടെയും മനസ്സാക്ഷിയായതുകൊണ്ട് എല്ലാവരുടെ ഉള്ളിൽ നടക്കാൻ എല്ലാ കാര്യവും അറിയും. ഏഷ കർമ്മഫലദാത. സർവജ്ഞനും കർമാധ്യക്ഷനുമായ ഭഗവാനാണ് കർമ്മഫലദാതാവ്, കർമ്മഫലം തരുന്ന ആള്. ആ ഭഗവാൻ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ പൂർവ്വകർമ്മത്തിനനുസരിച്ച് ആ കർമ്മത്തെ ഇനി എങ്ങനെ ചെയ്ത് ആ കർമ്മം കൊണ്ട് ശുദ്ധി കൈവരിച്ച് ഭഗവത് പ്രാപ്തി നേടി സംസാരമോചനം നേടാം എന്ന് പഠിപ്പിക്കുക. സ്വകർമ്മണാത്തം അഭ്യർച്ച്യ. പുഷ്പം കൊണ്ട് ഭഗവാനെ അർച്ചിച്ചില്ലെങ്കിലും ഗുരുവായൂരപ്പൻ ഒരു കണക്കോ നമ്മളോട് ഉണ്ടാവില്ല. പുഷ്പം കൊണ്ട് പൂജിച്ചിട്ട് തൻ്റെ കർമ്മവും കടമയും ഉത്തരവാദിത്വവും ഈശ്വര ആരാധനമായി ചെയ്തില്ലെങ്കിൽ, നേരെ മറിച്ചോ അവനവന്റെ കർത്തവ്യങ്ങൾ ഉത്തരവാദിത്വങ്ങളൊക്കെ ഈശ്വരാരാധനയാണെന്ന് വിചാരിച്ച് നമ്മൾ ചെയ്താലോ ഒന്നാന്തരം പൂജ ചെയ്യുന്ന. മനസ്സിലാവുണ്ടോ? അതുകൊണ്ടേ ഹൃദയശുദ്ധി ഉണ്ടാവുള്ളൂ. അതുകൊണ്ടേ ശുദ്ധമായ ഹൃദയത്തിൽ കണ്ണൻ വിളങ്ങും. മനസ്സ് ശുദ്ധമാവാതെ ഭഗവാൻ അവിടെ ഉണ്ട് എല്ലാവരുടെ ഉള്ളിൽ, പക്ഷെ നമുക്കത് അനുഭവപ്പെടില്ല. ശാന്തിയുടെ, ആനന്ദത്തിന്റെ, സന്തോഷത്തിന്റെ, കൃതകൃത്യതയുടെ, ജീവിത ധന്യതയുടെ രൂപത്തിൽ നമുക്കത് അനുഭവപ്പെടണം. എങ്കിലോ ഹൃദയവിശുദ്ധി അനിവാര്യം. അതിനാണ് സ്വധർമ്മം. നമുക്ക് ഗീത മുഴുവൻ ഭഗവാൻ എന്താ പറഞ്ഞത്? കർത്തവ്യപാലനം. സ്വധർമ്മത്തിൽ നിന്ന് ഒളിച്ചോടാൻ, കർത്തവ്യത്തിൽ നിന്ന് ഒളിച്ചോടി മുക്തിക്ക് വേണ്ടിയല്ലേ അർജുനൻ ശ്രമിച്ചത്? ഹിമാലയത്തിൽ സന്യാസത്തിന് പോകാൻ തയ്യാറായത് അർജുനന്റെ ഭഗവാൻ പറഞ്ഞ അറ്റിങ് ഇവിടെ നിൽക്കൂ, ഇവിടെ നിന്നുകൊണ്ട് ഈ കർമ്മം ചെയ്തുകൊണ്ട് നിനക്ക് മുക്തനാവാണ്. നീ ചെയ്യുന്നുള്ള അഹങ്കാരം കളയേ, ഞാനാ ചെയ്യുന്നത്. നിനക്ക് വേണ്ടി ചെയ്യുന്നുള്ള സ്വാർത്ഥം വെടിയെ, എനിക്ക് വേണ്ടി ചെയ്യുക. ഇത്രേ ഉള്ളൂ. ഇതല്ലേ കൃഷ്ണൻ ജീവിതത്തിൽ കാണിച്ചു തരുന്നത്? ചിന്തിച്ചു നോക്കൂ. യുദ്ധം ഗീത കേട്ട് കഴിഞ്ഞിട്ട് അർജുനൻ ഹിമാലയത്തിൽ പോകണമെന്ന് പറഞ്ഞോ? പറഞ്ഞിട്ടില്ല. അപ്പൊ ശരിക്കും ആഗ്രഹം കൊണ്ടല്ല എന്ന് പറഞ്ഞത്, അത് ഒളിച്ചോട്ടായിരുന്നു. ശരിയല്ലേ? അപ്പൊ ജീവിതത്തിൽ ഒളിച്ചോടലല്ല ആധ്യാത്മികത. മനസ്സിലായോ? വളരെ ചിന്തിക്കേണ്ട വിഷയമാണ്. നമ്മൾ വിചാരിച്ചെന്താ കാവ്യ കൊടുത്ത ആയോ, എത്ര ഉള്ള രുദ്രാക്ഷം ഉണ്ടായോ, ത്രിപുണ്ഡരം ഭസ്മം ധരിച്ചാലായോ, അല്ലെങ്കിൽ തല മുട്ടടിച്ചുണ്ടായാലും ജടവർത്തി ഉണ്ടായോ? ഇതിലൊന്നുമല്ല ആധ്യാത്മികത ഇരിക്കുന്നത്. നമ്മുടെ ആറ്റിറ്റ്യൂഡില, കാഴ്ചപ്പാടില, ഭാവനയില. ഇതേ ലൗകിക ജീവിതത്തിലല്ലേ കൃഷ്ണൻ ജീവിച്ചു കാണിച്ചു തന്നത്? ഇതേ ലോകത്തിലല്ലേ? ഇതിലധികം തെളിവെന്താ? ഇത്ര വലിയൊരു ഗൃഹസ്ഥനായിക്കൊണ്ട് കൃഷ്ണൻ നിസ്സംഗതയുടെ മകുടോദാഹരണമായിരുന്നു, അല്ലേ? അല്ലെങ്കിൽ ആർക്കാ സാധിക്കുക സ്വന്തം വംശം തമ്മിത്തല്ലി നശിക്കണത് കണ്ട് കൈയും കെട്ടി നോക്കി നിൽക്കാൻ? അതിന് കാരണമായ ശാപം ഉണ്ടാക്കി തീർക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഗൃഹസ്ഥൻ എന്ന നിലയിൽ ഭഗവാൻ മാതാപിതാക്കന്മാരുടെ കടമ നിറവേറ്റാൻ മറന്നില്ല. ഭാര്യയോട് മാത്രമല്ല, മക്കളോട് മാത്രമല്ല, എല്ലാവരോടും. സ്വന്തം പിതാവായ വസുദേവർക്ക് ശ്രീനാരദ മഹർഷിയെ കൊണ്ട് അവിടെ വരുത്തി ഭാഗവധർമ്മം ഉപദേശിപ്പിച്ചില്ലേ? കൊടുത്തില്ലേ മുക്തി? കംസൻ കൊന്ന ഏട്ടന്മാരെ കാണണമെന്ന് അമ്മ ആഗ്രഹിച്ചപ്പോ ഭഗവാൻ സുതലോകത്തിൽ പോയി മക്കളെ കൊണ്ടു കൊടുത്തില്ലേ? ചെയ്തു. മാത്രമല്ല ബന്ധുക്കളോടുള്ള ധർമ്മം. ധർമ്മപുത്രാദികളൊക്കെ അച്ചമ്പങ്ങളുടെ മക്കളാ, അല്ലേ? ബന്ധുക്കളാണ്. അവരോട് എന്തെല്ലാം ഭഗവാൻ ചെയ്തു. ഓരോ അവസരത്തില് സന്ദർഭോചിതമായി വന്ന് അവരെ രക്ഷിച്ചു, സഹായിച്ചു, അവരുടെ ആഗ്രഹങ്ങൾ നിർവഹിച്ചു, അല്ലേ? അതിൽ അവസാനത്തെ നമ്മൾ കാണുന്ന ഇനി രാജസൂയം കാണാൻ പോണത്. ആ വംശത്തിന്റെ അവസാനത്തെ തന്തു അതായിരുന്നു അശ്വത്ഥാമാവിന്റെ ബ്രഹ്മാസ്ത്രം കൊണ്ട് ദഹിച്ച ആ പരീക്ഷിതാവാൻ പോണ കുട്ടി. ആ കുട്ടിയെ രക്ഷിച്ച് ആ വംശം രക്ഷിച്ചില്ലേ ഭഗവാൻ? ജരാസന്ധം മുതലായ ദുഷ്ടന്മാരായ രാജാക്കന്മാരെ കൊന്ന് ആ രാജസൂയം നടത്തി കൊടുത്തില്ലേ? എന്താ ഭഗവാൻ ചെയ്യാണ്ടിരുന്നത്? പോരാ, തന്നെ എപ്പോഴും ആശ്രയിച്ചുകൊണ്ട് തന്റെ ഭക്തൻ ഹസ്തനാപുരത്തിൽ പോയ ദുര്യോധനന്റെ അവിടെയല്ല താമസിക്കുക, ഭക്തനായ വിതുരന്റെ അവിടെയാ. വിതുരന്റെ കഞ്ഞിയാണ് ഇഷ്ടം, വിതുരപത്നിയുടെ, അല്ലേ? ആ വിതുരനെ അവിടെ അടുത്തില്ലായിരുന്നു ഉദ്ധവന് ഉപദേശം കൊടുക്കുമ്പോൾ, അല്ലേ? ആ വിതുരർക്ക് പോലും ആത്മോപദേശം കൊടുക്കാൻ മൈത്രേയ മഹർഷിയെ ഏൽപ്പിക്കാൻ മറന്നു കൃഷ്ണൻ. നോക്കൂ നിങ്ങൾ കൃഷ്ണന്റെ വിവിധമായ ആ ഭാവങ്ങൾ ചിന്തിച്ചു നോക്കൂ. അതാണ് അവിടുത്തെ കാരുണ്യം. പോരാ, അധർമ്മം ധർമ്മം പാണ്ഡവരുടെ പക്ഷത്താണ്, കൗരവഭാഗത്ത് അധർമ്മമാണെന്ന് അറിഞ്ഞിട്ടും ആ തിന്ന ചോറിന് കൂറ് കാണിച്ചുകൊണ്ട് അവിടെ നിന്ന ആ ഭീഷ്മ പിതാമഹൻ
തൻ്റെ അന്തരംഗ ഭക്തനാണെന്നറിഞ്ഞ് ആദ്യസമയത്ത് തന്നെ കാണുന്ന ശരശയെ കിടന്ന് മോഹിച്ചപ്പോഴേക്കും ഭഗവാൻ തൻ്റെ യാത്രയുടെ റൂട്ട് മാറ്റി ധർമ്മപുത്രന് എന്താ പറയാ അധർമ്മ ശങ്ക ഉണ്ടാക്കി ധർമ്മം ഉപദേശിപ്പിക്കുക എന്ന വ്യാജേന അവിടെ ചെന്ന് വിഷ്ണു വൈകുണ്ഠ ദർശനം കൊടുത്തില്ലേ? അദ്ദേഹത്തിന് വിഷ്ണു സഹസ്രാം കേട്ടില്ലേ, സ്വീകരിച്ചില്ലേ? എങ്ങനെ ആ മഹാത്മാവിന് രാജകീയമായി വൈകുണ്ഠപ്രാപ്തി കൊടുത്തില്ലേ? എവിടെയാ ഭഗവാൻ തന്റെ ധർമ്മം മറന്നത്? അവിടുത്തെ ഭാരമായ വാത്സല്യമല്ലേ, കാരുണ്യമല്ലേ? പോരാ, ദരിദ്രനായി കൂടെ പഠിച്ച കുചേലന് തന്റെ സ്വത്തിൽ പാതി കൊടുത്ത് ആ കുബേരനാക്കി തീർത്തില്ലേ ഭഗവാൻ? ആലോചിച്ച് നോക്കൂ. ഇങ്ങനെ സ്വധർമ്മം യഥാവിധി നിർവഹിച്ച ഭഗവാൻ ഇനി ആർക്കും സംശയം ഉണ്ടാവാത്ത രീതിയിൽ ഒരു ഗൃഹസ്ഥൻ ലോകത്തിൽ എങ്ങനെ കഴിയണം, എങ്ങനെ കർമ്മം അനുഷ്ഠിച്ച്, കർമ്മം ചെയ്താൽ മാത്രം പോരാ, ദേഹാധ്വാനമല്ല കർമ്മം, ഒരു പർപ്പസോടുകൂടി ചെയ്യേണ്ടതാ. കർമ്മം എന്താണ്? കർമ്മം ഭഗവാന്റെ പൂജയാണ്, ഭഗവാന്റെ ആരാധനയാണ് എന്ന് വരുമ്പോഴാണ് നമുക്ക് ആ പ്രവൃത്തി ചെയ്യാൻ ആത്മാർത്ഥത ഉണ്ടാവുക, സന്തോഷം ഉണ്ടാവുക, ബോറിംഗ് ആവില്ല അല്ലേ? ഇന്ന് പ്രവൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഭയങ്കര ബോറിംഗ് ആണ്. എന്തുകൊണ്ടത്? അത് ഭഗവാന്റെ പണിയാണെന്ന് തിരിച്ചറിയണില്ല. ഭഗവാന്റെ പൂജയാണത്. പഠിക്കുന്ന കുട്ടികൾക്ക് ബോറിംഗ് ആവുമോ, ഭാരാവുമോ? ഇല്ല. ഭഗവാന് വേണ്ടി പഠിക്കൂ. മനസ്സിലായോ? ഒക്കെ ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് ഇത് ഭഗവാൻ പഠിപ്പിക്കുക. അത്യുത്തമ മാതൃകയല്ലേ ഭഗവാൻ ഇവിടെ കാണിച്ചു തരണത്? അതെ, ഒരു മഹാഗൃഹസ്ഥന്റെ എന്താ പറയേണ്ടത്? പല 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 വിചിത്രമായിരുന്ന ആ ഓരോരോ ഉത്തരവാദിത്വങ്ങള് ഭംഗിയായി അനുഷ്ഠിച്ചു ഭഗവാൻ. പരിപൂർണമായ ഗൃഹസ്ഥ ധർമ്മത്തിന്റെ ഉത്തമ മാതൃക. അതേ സമയത്തോ അകത്ത് തികഞ്ഞ യോഗീശ്വരൻ എന്നർത്ഥം അല്ലേ? നിസ്സംഗനായി ഭഗവാൻ പറഞ്ഞിട്ട് ഗൃഹേഷു അതിഥി വൽപ്പസെന്നൊക്കെ ഏകാദശിയിൽ ഉദ്ധവനോട് പറഞ്ഞിട്ടുള്ള ആളാ അല്ലേ? ആസക്തനായിട്ടല്ല കൃഷ്ണൻ കഴിഞ്ഞത്, അതിഥിയെ മാതിരിയാ. പാന്തസംഗം എന്ന പുത്രപൗത്രാദികളും ബന്ധുമിത്രാദികളോടുള്ള നമ്മുടെ സഹവാസം വഴിയിൽ കണ്ടുമുട്ടുന്ന ആൾക്കാരെ മാതിരിയത്തെ. മനസ്സിലായോ? അത്രയേ ഉള്ളൂ എന്ന് ഉള്ളിൽ വിചാരം ഉണ്ടാവണം. പുറത്തത് കാണിക്കാൻ പാടില്ല. പുറത്തല്ല നിസ്സംഗത, അകത്താണ് വേണ്ടത്. മനസ്സിലായോ? ഓരോ പ്രവൃത്തി ഭഗവത് അർപ്പണമായി ചെയ്ത നമ്മളൊക്കെ ആധ്യാത്മികന്മാരാണ്. മനസ്സിലായോ? എല്ലാവരും ഈ ലൗകിക ലോകത്തിലാണ് ജീവിക്കുന്നത്. കാഴ്ചപ്പാടിലാണ്, ആറ്റിറ്റ്യൂഡാണ് വെറും വേർഡ്ലി ലൈഫിനെ സ്പിരിച്വൽ ലൈഫായി കൺവെർട്ട് ചെയ്യുന്നത്. സ്പിരിച്വാലിറ്റി എന്തെങ്കിലും ഒരു പ്രത്യേക പ്രവൃത്തി ചെയ്യുന്നതിലല്ല, ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും പ്രത്യേക മനോഭാവത്തോടുകൂടി കൃഷ്ണാർപ്പണമായി ചെയ്യുന്നതിലാണ്. അതാണ് പ്രത്യേക മനോഭാവം. യാതൊന്നു ചെയ്വതതു നാരായണാർച്ചനകൾ കേട്ടല്ലേ നമ്മള്? അതാണ് എന്ത്? ആധ്യാത്മികത. ഇത് നമ്മുടെ സമൂഹം മറന്നു അല്ലേ? ഉത്തരവാദിത്വ ബോധമില്ലാത്ത ആൾക്കാരെ എല്ലാ രംഗത്തും, ഒരാളെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാ രംഗത്തും. ഇതെവിടുന്ന് വേണം? ഈ എഡ്യൂക്കേഷൻ കുടുംബത്തിൽ നിന്നുണ്ടാവണം. ഇങ്ങനെയുള്ള ആൾക്കാർ വളർന്നു നമ്മളെ ഭരിക്കണം. എല്ലാ രംഗത്തും വേണം. നല്ല ഡോക്ടർമാർ വേണം അല്ലേ? നല്ല എഞ്ചിനീയർമാർ വേണം. എല്ലാ രംഗത്തും കപട്യമല്ലേ നമ്മൾ കാണുന്നത് അല്ലേ? ആലോചിച്ച് നോക്കൂ. രാഷ്ട്രീയം മാത്രമല്ല, എല്ലാ രംഗത്തും നല്ല നല്ല എന്ന് ചേർക്കണം. നല്ലൊരമ്മ, നല്ലൊരു ഭാര്യ, നല്ലൊരു ഭർത്താവ്, നല്ലൊരു മോൻ അല്ലേ? നല്ല അച്ഛൻ, നല്ല ഇല്ല, നല്ല അയലക്കാര്, നല്ലൊരു ഫ്രണ്ട്, ഇങ്ങനെയല്ല വേണ്ടത്. അതിനെന്ത് ചെയ്യണം? ബേസിക്കായിട്ട് നല്ലൊരു മനുഷ്യനാവണം. ഇതാരും പഠിപ്പിക്കില്ല. എത്ര മാർക്ക് കിട്ടാം, അവനേക്കാളും കൂടുതൽ മാർക്ക് എങ്ങനെ നേടാം, അവനെ എങ്ങനെ തോൽപ്പിക്കാം അല്ലേ? ഇത് പഠിപ്പിച്ചോളൂ അല്ലേ? ഇതല്ല. നോക്കൂ, ഭഗവാന്റെ ഒന്നാന്തരം ജീവിത മാതൃക. അതെ, അപ്പൊ ലോകശിക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ഒന്നാന്തരം ഒരു നടനവും അതേ സമയത്ത് ആത്മതത്വം ഉൾക്കൊണ്ട ഒരാളുടെ ജീവിതവും പഠിച്ചു തരിക. ഭഗവാന്റെ ഒരു ദിവസത്തെ അനുഷ്ഠാനത്തെ പറഞ്ഞുകൊണ്ടാണ് രാജസൂയത്തിൻ്റെ ആരംഭം. ഭഗവാൻ എപ്പോഴും എണീക്കുക? എന്തിനാത് പറയണത്? ഇപ്പൊ ഭഗവാൻ അനുഷ്ഠിച്ച് ഉപദേശിച്ചത്, ഗൃഹസ്ഥധർമ്മം അനുഷ്ഠിച്ച് കാണിച്ചു തന്നത് നമുക്ക് മാതൃകയാവാൻ വേണ്ടിയാന്ന് പറഞ്ഞു അല്ലേ? ഇതൊക്കെ നമ്മളൊന്ന് പഠിച്ചോളൂ. കൃഷ്ണൻ എപ്പണിക്കും? ബ്രാഹ്മേ മുഹൂർത്തേ ഉദ്ധായ. കൃഷ്ണൻ 7 മണി വരെ കിടന്നുറങ്ങില്ല. ബ്രാഹ്മമുഹൂർത്തായാൽ, കോഴി കൂവിയാൽ എന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലേ? കൃഷ്ണൻ എണീറ്റു. ഒരു 3:30 അല്ലെങ്കിൽ 4 മണിക്കെങ്കിലും നമ്മളെ ഓരോരുത്തരും എണീക്കണം. ഓരോ കുടുംബത്തിലും 4 മണിക്ക് മുതിർന്നവരെ എഴുന്നേറ്റ കുട്ടികൾ എണീക്കൂല്ലയോ? ഇന്ന് കുട്ടികൾ 12 മണിക്കും 2 മണിക്കല്ലേ ഇത് ഓഫ് ചെയ്ത് പോണത്. എപ്പോഴാ ഉറങ്ങാൻ പോണെന്ന് ആര് കണ്ടു അല്ലേ? രാത്രിയല്ലേ ജോലിക്കാർക്ക് ജോലി മുഴുവൻ. എന്നിട്ട് ആ കാശ് കിട്ടിയിട്ട് ആരോഗ്യം മുഴുവൻ നശിപ്പിക്കാൻ പോവല്ലേ? പ്രൈം ടൈം രാത്രി ഉറങ്ങിയില്ലെങ്കിൽ രക്തം വെള്ളമാവും, അവസാനം രോഗം വരുന്ന ഉറപ്പാ. ഇത് ശാസ്ത്രമാണ്. മനസ്സിലായോ? വൈദ്യശാസ്ത്രം പറയണു. അപ്പോൾ
ബ്രാഹ്മമുഹൂർത്തത്തിലാണ് കൃഷ്ണൻ എണീക്കുന്നത്. കൃഷ്ണൻ എണീറ്റാലോ ഉടനെ കാലും മോഹം കഴി ആത്മാനം തമസപ്പരം, തൻ്റെ ആത്മസ്വരൂപത്തെ ധ്യാനിക്കാണ് കൃഷ്ണൻ ചെയ്യണത്. നമ്മൾ ചെയ്യണ്ടോ? നോക്കൂ, ഭഗവാന്റെ ഗൃഹസ്ഥധർമ്മം തുടരുകയാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ അല്ലേ. ഒരു ദിവസത്തെ അനുഷ്ഠാനത്തെക്കുറിച്ച് പറയുന്നുണ്ട് അല്ലേ. രാവിലെ നേരത്തെ എണീക്കണ ശീലം ഉണ്ടാവണം. ഇപ്പൊ കുട്ടികളെ ആദ്യം എണീക്കുക. ശരിക്കും പറഞ്ഞാൽ കുട്ടികളെ എണീറ്റാ കിടക്ക ഇവിടെ എന്താ വൃക്ക എണീക്കാൻ വയ്യേ? ആ കുട്ടി എന്റെ വൃക്ക ബുദ്ധിമുട്ടല്ലേ? വലിയവരാണ് എണീക്കാത്ത, കുട്ടികൾ നേരത്തെ എണീക്കും. ഇതായി അമ്മമാർ ചോദിച്ചു, ചെറിയ കുട്ടികൾ നിങ്ങളുടെ വീട്ടിലില്ലേ? അവർ ബ്രാഹ്മമുഹൂർത്തത്തിൽ എണീക്കും, നോക്കിക്കോളൂ. കാരണം അവരുടെ മനസ്സിൽ വേണ്ടാത്ത വിചാരം കൊണ്ടുള്ള എനർജി വേസ്റ്റ് ആവണില്ല. അവരെപ്പോഴും ഫ്രഷ് മൈൻഡ് ആയ ആൾക്കാർക്ക് കുറച്ച് നേരം വിശ്രമം മതി. 4 മണിക്കൂർ മതി വിശ്രമം, ഉറക്കം. ശരിക്കും മഹാന്മാരുടെയൊക്കെ ജീവിതം അങ്ങനെയാണ്. അപ്പോൾ രാവിലെ നേരത്തെ എണീക്കണം, കാലുമുഖം കഴുകി ധ്യാനം. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഭഗവാൻ കുളി, കല്യപ്പും കുളിയൊക്കെ ഇല്ലേ നോക്കും. അതൊക്കെ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. അതൊക്കെ ഉണ്ട്. അത് ഇനി സന്ധ്യാവന്ദനം അല്ലേ, ഗായത്രി ജപം, പിന്നെയോ ഗായത്രി ഹോമം, നിത്യകർമാനുഷ്ഠാനങ്ങൾ, ഇതെല്ലാം ഉണ്ട് ഭഗവാന്. അത് കഴിഞ്ഞാലോ പലരും ഭഗവാനെ കാണാൻ വന്നിട്ടുണ്ടാവും. അവരെയൊക്കെ അടുത്ത് പോയിട്ട് എന്താണ് അവരുടെ ആവശ്യങ്ങൾ ഓരോന്ന് ചോദിച്ച് മനസ്സിലാക്കുക. മനസ്സിലായില്ലേ? ഇങ്ങനെ ഓരോരുത്തരുടെയും ആവശ്യങ്ങളൊക്കെ അറിഞ്ഞ് എല്ലാം സാധിപ്പിക്കും. അതിനുശേഷം കുടുംബക്കാരുടെ ഓരോരുത്തരുടെയും കുശലം ചോദിക്കും. അവർക്കെന്താ ആവശ്യം, അവർക്കെന്താ വിഷമം. നമ്മുടെ വീട്ടിലൊക്കെ നടക്കണ്ടോ? ഭാര്യ ഒന്ന് കേൾക്കാൻ എത്ര ഭർത്താക്കന്മാർ തയ്യാറാവുന്നുണ്ട്? ഭർത്താവിനെ കേൾക്കാൻ എത്ര ഭാര്യമാര്? ഈ പ്രായത്തിലുള്ള പെൺകുട്ടികളെ, ടീനേജർ പ്രായത്തിലുള്ള പെൺകുട്ടികളെ എത്ര ആൾക്കാർ കേൾക്കാൻ ചെവി കൊടുക്കുന്നുണ്ട്? അവരുടെ പ്രശ്നങ്ങൾ, അവർക്ക് സ്കൂളിലും കോളേജിലൊക്കെ പോയിട്ട് അവരനുഭവിക്കുന്ന പ്രഷർ ഒന്ന് കേട്ടാ മതി. അമ്മയാണ് ഒന്നാം തരം കൗൺസിലർ ആവേണ്ടത്. മനസ്സിലായോ? പണ്ടൊരു മുത്തശ്ശി ഉണ്ടായിരുന്നു, എന്തും പോയി പറയാം. വപ്പി മുത്തശ്ശി ഇതൊക്കെ കേട്ട മുത്തശ്ശിയുടെ ഒരു ചിരി അവസാനം പുറത്ത് തട്ടും. ശരിയാ മക്കളെ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു. ഇന്ന് ഫാമിലി കൗൺസിലറിൻ്റെ അടുത്ത് പോവുക അല്ലേ? നിങ്ങൾ ചിന്തിച്ചു നോക്കേണ്ടതൊക്കെ. ഇതൊക്കെ നമ്മുടെ കുടുംബത്തിൽ നമ്മൾ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയോ? പറ്റുമല്ലയോ? ഭാഗവതത്തിൽ ഇതൊക്കെ എടുക്കണം എന്നാ ഞാൻ പറയാം. മനസ്സിലായോ? എല്ലാവരും വിഷയങ്ങളും. അതുകൊണ്ട് എന്തായി? വീട്ടിലെ അച്ഛനും അമ്മയും കേൾക്കാല്ലേ? അപ്പൊ അവര് കേൾക്കാൻ പറ്റിയ ഗേൾഫ്രണ്ടിന്റെയും ബോയ് ഫ്രണ്ടിന്റെ അടുത്തേക്ക് പോകും. ഹൂ ഈസ് റെസ്പോൺസിബിൾ? പാരന്റ്സ്. ശരിയോ? അതിൽ പല കെണിയിൽ വീഴും, ട്രാപ്പിൽ വീഴും, ലവ് ജിഹാദിൽ പോവും, വഴിയേറ്റി പോകും കുട്ടികള്. ഇതിനാരാ ഉത്തരവാദി? അച്ഛനും അമ്മയും തന്നെ. നമ്മള് കൃഷ്ണന്റെ ഗൃഹസ്ഥധർമ്മത്തെ കുറിച്ച് എത്ര പറഞ്ഞാലും മതിയാവില്ല. ഇനി നമുക്ക് രാജസൂയുള്ളതുകൊണ്ട് ആയിരിക്കും പോവുക. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ വാസ്തവത്തിൽ ഈ ധർമ്മത്തെക്കുറിച്ചുള്ള ചർച്ച വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും. അങ്ങനെ എല്ലാം കഴിയുമ്പോഴേക്കും ഭാര്യമാര് നല്ല സ്വാദിഷ്ടമായ ഭോജനമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഭഗവാൻ അത് കഴിഞ്ഞ് സർവാലങ്കാര വിഭൂഷണവും ഭഗവാനുണ്ട് മേക്കൊക്കെ. നമുക്ക് മാത്രമല്ല, മനസ്സിലായോ? ഒക്കെ ചെയ്തോളൂ. ഭഗവാൻ വേണ്ടി ചെയ്യണമെന്ന് വിചാരിച്ചൊക്കെ ചെയ്തോളൂ. ഭഗവാൻ എന്താ പറഞ്ഞിരിക്കണത്? നിങ്ങൾ ഉണ്ണണ്ടാന്നോ, ഉറങ്ങണ്ടാന്നോ, നല്ല പണ്ടിടണ്ടാന്നോ, നല്ല പൗഡർ ഇടണ്ടാന്നോ, നല്ല ഡ്രസ് ഇടണ്ടാന്നോ ഒന്നും കൃഷ്ണൻ പറഞ്ഞിട്ടില്ല. യദ്ഗരോഷി യദശ്നാസി യജ്ജുഹോഷി യദാസിയത് യത് തപസ്സിധി കൗന്ദേയ തദ്ഗുരുഷു മതർപ്പണം. നീ എല്ലാം നിനക്ക് വേണ്ടത്രയും ചെയ്തോ, പക്ഷെ എനിക്ക് വേണ്ടിയാണ് ചെയ്യുന്നത് എന്ന് ഓർത്തുകൊണ്ട് ചെയ്യണം. നിനക്ക് വേണ്ടി ഇത് ചെയ്താൽ പോയി പെട്ടു. മനസ്സിലായോ? കുടുങ്ങി. എന്നാ പെട്ടിൽ നിന്ന് പുറത്തു കിടന്നു. ഒന്ന് കെട്ടി പെട്ടു ഇതാ വഴി. മതർപ്പണം ഗുരു എന്നിൽ അർപ്പിച്ച് ചെയ്യൂ. ഇതല്ലേ ഭഗവാൻ ഒറ്റ മൂലി പറഞ്ഞു തന്നേക്കണേ. കൃഷ്ണാർപ്പണം. ആദ്യമൊക്കെ യാന്ത്രികാവുന്ന സാരല്യ. കൃഷ്ണാർപ്പണം എന്ന് പറഞ്ഞ് ശീലിക്കുക. എന്ത് പറഞ്ഞു കഴിയുമ്പോൾ മനസ്സിലായോ? ഒരു ഫോൺ വർത്തമാനം കഴിഞ്ഞ് അവസാനം വെക്കുമ്പോൾ കൃഷ്ണാർപ്പണ വസ്തു എന്ന് പറഞ്ഞിട്ട് വയ്ക്കൂ. മനസ്സിലായോ? ഇതൊക്കെ എന്ത് ചെയ്യുമ്പോഴും രാത്രി രാവിലെ എണീക്കുന്ന സമയത്ത് ഭഗവാനെ ഓർമ്മിക്കൂ. ഭഗവാനെ അവിടുത്തെ അനുഗ്രഹം കൊണ്ടല്ലേ യോന്തപ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയരി അഖിലശക്തിധര സുധാമന അന്യാംശ ഹസ്തചരണ ശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ഞാൻ രാത്രിയിൽ സിദ്ധി കൂടിയില്ലല്ലോ, ശ്വാസോച്ഛ്വാസം നടത്തിയില്ലേ, അവിടെ നിന്ന് മുടങ്ങാണ്ട് ഹാർട്ട് നിന്നില്ലല്ലോ. നന്ദി പറയൂ കൃതജ്ഞതാ നിർഭരമായ ഹൃദയത്തോടെ. ഇന്ന് മനസ്സാ വാച കർമ്മണ ചെയ്യണതെല്ലാം എൻ്റെ കൃഷ്ണ ഗുരുവായൂരപ്പ അവിടുത്തെ സന്തോഷത്തിനായി തീരണമേ എന്നൊരു പ്രാർത്ഥന. പിന്നെയോ കിടന്നുറങ്ങാൻ പോണ സമയത്ത് ഭഗവാനെ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞു, എന്തൊക്കെയോ എൻ്റെ സ്വാർത്ഥവും എൻ്റെ ദുർവാസനയൊക്കെ കയറി വന്ന് എന്തൊക്കെയോ കുഴപ്പമാക്കിയിട്ടുണ്ട്, എന്നാലും ഭഗവാനെ
എല്ലാം നിന്റെ പാർട്ട് സമർപ്പിക്കണം, നീ സന്തോഷിക്കണേന്ന് പറഞ്ഞ് ഉറങ്ങാൻ പോകും. സുഖമായിട്ട് ഉറങ്ങാം, ടെൻഷൻ പറയില്ലാതെ. ഇങ്ങനെ രാവിലെ എണീക്കുമ്പോഴും ഉറങ്ങാൻ പോകുമ്പോൾ നിങ്ങൾ ശീലിച്ചു നോക്കൂ, ഇടയ്ക്കിടയ്ക്കൊക്കെ ഓർമ്മ വരും. മനസ്സിലായോ? ഇങ്ങനെ ശീലിക്കണം. ഭഗവാൻ അതാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ ഇന്ന് കാറാണ് ഓഫീസിൽ പോകാൻ, ഭഗവാനുണ്ട് ഓഫീസിൽ പോലെ. മനസ്സിലായോ? അപ്പൊ ദാരുകൻ തേരുമായിട്ട് വന്നു അല്ലേ, സൈക്കിൾ പിടിച്ചുകൊണ്ട് തേരിൽ കയറി പിന്നെ പോവാണ് സുധർമ്മ എന്ന് പറഞ്ഞ മഹാസഭയില്. കൃഷ്ണനെ ഒന്നാന്തരം നിപുണനായ ഭരണതന്ത്രജ്ഞനായിരുന്നു, ഒന്നാന്തരം അഡ്വൈസറായിരുന്നു. മനസ്സിലായോ? കൃഷ്ണന്റെ ഉപദേശം മഹാരാജാവ് ഉഗ്രസേനൻ രാജ്യം ഭരിച്ചിരുന്നത്. മനസ്സിലായില്ലേ? എല്ലാ രംഗത്തും സുധർമ്മയില് ഷഡൂർമികൾ ഉണ്ടാവില്ല എന്ന് പറയാ. വിശപ്പ്, ദാഹം, സുഖം, ദുഃഖം, ജന്മം, മരണത്തേക്ക് ഉണ്ടാവില്ല അത്രേ. അങ്ങനെയൊക്കെയുള്ള അവിടേക്കും സൂതമാകത വന്തികൾ ഭഗവാനെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, സേവിക്കുന്നു. അങ്ങനെ പിന്നെ രാജകീയമായ ഭരണകാര്യങ്ങൾ നടക്കും. മനസ്സിലായോ? ചർച്ചയിലേക്ക് പോകും, തീരുമാനങ്ങളിലേക്ക് പോകും. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു ദിവസം ഒരു രാജദൂതൻ വന്ന് മുഖം കാണിക്കാൻ നിന്നു. അനുവാദം മേടിച്ചു വന്നു, ഭഗവാന്റെ അടുത്തേക്ക് വന്നു. അതിനെ കാണുമ്പോൾ തന്നെ വളരെ പരിതാപകരമാണ് അവസ്ഥ. ആരങ്ങ് എവിടുന്നാ വരണത്, എന്താ ഉദ്ദേശം ചോദിച്ചു. അപ്പൊ ഞാൻ മാഗധത്തിൽ നിന്ന് വരെ പറഞ്ഞു. മാഗധം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പാറ്റ്നയാണ്, വിദ്യാരാസന്റെ സ്ഥലമാണ് ഇരുന്നത്. എന്താപ്പോ വന്നത്? അല്ല, അവിടുത്തെ കുറച്ച് രാജാക്കന്മാരുടെ ഒരു അപേക്ഷയായിട്ട് വന്നതാ ഞാൻ. എന്താ അത്? 20,800 രാജാക്കന്മാരെ ഈ ജരാസന്ധൻ അക്രമം കാണിച്ച് ബന്ദിയായി പിടിച്ച് ജയിലിലടച്ചിരിക്കുക. അവർക്ക് പട്ടിണി പാവങ്ങളാ, പട്ടിണിയാണ്. ഒരാഹാരം കൊടുക്കില്ല, നല്ല വസ്ത്രം കൊടുക്കില്ല, പോരാത്തിന് നല്ല ഇടിയും. അവശരായി അവര്. ഇനിയിപ്പോൾ അവരെയൊക്കെ കാലഭൈരവന് ബലി കൊടുക്കാൻ തീരുമാനിച്ചതൊക്കെ ഇവർക്ക് മനസ്സിലായി. എന്താ കാരണം? ഒറ്റ കാരണമാണ്, ഇയാൾ ദിഗ്വിജയം നടത്തിയപ്പോൾ ഇയാളുടെ മേൽക്കോയ്മ അംഗീകരിച്ചില്ല. ജരാസന്ധൻ 10,000 ആനയുടെ ശക്തിയാണേ, 100 അക്ഷൗഹിണിയാണേ. അയാൾ ജയിക്കാൻ പ്രയാസമാണ്. അയാളുടെ വിധേയത്വത്തിന് ആവാത്തത് കൊണ്ട് ഇവരെയൊക്കെ പിടിച്ച് ജയിലിട്ട് ദ്രോഹിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഭഗവാനെ അവർ കേട്ടു, നരകാസുരനെ വധിച്ച് 16,100 കന്യകമാർക്ക് ജീവിതം കൊടുത്തു ഭഗവാൻ അല്ലേ. ഒരേ മുഹൂർത്തത്തിൽ 16,000 കൃഷ്ണ രൂപമെടുത്തിട്ടാണ് അവരെ ഒരേ മുഹൂർത്തത്തിൽ പാണിഗ്രഹണം ചെയ്തത്. ഒരു കൃഷ്ണനല്ല. അപ്പോ ഒരു കൃഷ്ണന് 16,000 ഭാര്യമാരുണ്ടായിട്ടില്ല. ഉണ്ടോ? ഭാഗവതം പറയില്ല. സത്യ കല്യാണം കഴിക്കാൻ പോകുമ്പോൾ തന്നെ പറഞ്ഞു 7 കാളകളെ ഒരേ സമയത്ത് പിടിച്ചു കെട്ടിയവനെ കൊടുക്കുള്ളൂ വീരപരീക്ഷ. കൃഷ്ണൻ ഒരേ സമയത്ത് 7 കൃഷ്ണനായിട്ട് പോയിട്ടാ 7 കാളെ കെട്ടിയത് അല്ലേ. ചിന്തിച്ചു നോക്കണം, 16,100 പേരെ കഴിക്കും, മറ്റുള്ള ഓരോരുത്തരും ഓരോ പ്രാവശ്യമേ ഉള്ളൂ അല്ലേ. ഇത് അത്രയും രൂപം സ്വീകരിച്ചു, അത്രയും കൃഷ്ണനാ കല്യാണം കഴിച്ചിരിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോ ഇത് കൃഷ്ണന്റെ ഇതേത് പറഞ്ഞു വെച്ചാൽ നിങ്ങളുടെ ഭാഗവതത്തിലേ പറയണത് ബഹുഭാര്യത്വം. കൃഷ്ണൻ എത്ര ഭാര്യമാരുണ്ട് അത് ചോദിക്കേ. എല്ലാം ഇതാണ്, നല്ലതല്ല എടുക്കുക. അതേന്ന് അങ്ങനെയല്ലേ. അപ്പൊ അതിന് ഉത്തരാണത്. ഒരു കൃഷ്ണൻ ഒരു ഭാര്യ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. അപ്പോ ദൂതം പറയാണ്, അതുകൊണ്ട് 16,000 കന്യകമാർക്ക് ജീവിതം കൊടുത്ത ഭഗവാൻ കൃഷ്ണനല്ലാതെ ഇന്ന് ഈ ദുഷ്ടന്റെ പിടിയിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കാനാവില്ല. ഭഗവാനെ ശരണമടഞ്ഞിരിക്കുക. പോരാ, കേവലം ജരാസന്ധന്റെ കാരാഗൃഹത്തിൽ നിന്ന് മാത്രമല്ല, സംസാരബന്ധത്തിൽ നിന്ന് തന്നെ മോചനം തരണമേ എന്നാണ് അവരുടെ പ്രാർത്ഥന. ഭഗവാൻ കാരുണ്യം തോന്നി. തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞു, പോയി അദ്ദേഹം വിവരം കൊടുത്തോളൂ, തീർച്ചയായിട്ടും ഞാൻ രക്ഷിക്കാന്ന്. ഇത് പറഞ്ഞ നാം എടുക്കുമ്പോഴേക്കും വരുന്നു ശ്രീ നാരദ മഹർഷി. നാരായണ 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 നാമം ജപിച്ചുകൊണ്ട് നാരദനെ വേഗം പോയി കാൽക്കൽ വീണു, പൂജ ചെയ്യണു, നമസ്കാരം ചെയ്യണു. അതിനുശേഷം നാരദ മഹർഷിയോട് ചോദിച്ചു. നാരദ മഹർഷി ലോകത്തിലൊക്കെ പോകുന്ന ആളാണല്ലോ. നാരദ മഹർഷി ഇന്നല്ലേ ഇപ്പൊ ഈ സാധനം വന്നുകൊണ്ട് നമുക്ക് അമേരിക്കയിലും അവിടെ ഇടിയും കുട്ടും വെട്ടും കുത്തും ഇതൊക്കെ നമ്മൾ അറിഞ്ഞിട്ട് ടെൻഷൻ അടിക്കുന്നു. ഇവിടെ ഒരു നിലയ്ക്ക് ഇത് അറിയാണ്ടിരിക്കുന്നു. പണ്ടും നടന്നിട്ടില്ലേ? ഇന്ന് ഇവിടെ എന്തൊക്കെ നടക്കണ്ടോ അത് ലോകം ഉണ്ടായ കാലം മുതൽ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ അതിനെക്കുറിച്ച് അറിയാനുള്ള വ്യവസ്ഥ ഇല്ലാത്തതുകൊണ്ട് നമ്മളൊക്കെ സമാധാനമായിട്ടിരുന്നു. അപ്പൊ നമ്മുടെ സമാധാനം കുറെ പോവുക ഈ ന്യൂസ് കൂടിയിട്ട്. അതുകൊണ്ട് കഴിയുന്നത്ര കുറെ നോക്കാണ്ടിരിക്കൂ, പത്രം വായിക്കാണ്ടിരിക്കൂ. അത് നടക്കട്ടെ. ആ നേരത്ത് ഭാഗവതം വായിച്ചു നോക്കൂ, നാമം ജപിച്ചു നോക്കൂ, കൃഷ്ണനെ ഗുരുവായൂരപ്പനെ സേവിച്ചു നോക്കൂ, കാണാം. അങ്ങനെ എന്തെങ്കിലും വന്നാൽ തന്നെ കൃഷ്ണൻ ഉണ്ടാവും നമ്മുടെ രക്ഷയ്ക്ക്. മനസ്സിലായോ? മറ്റത് ആരും ഉണ്ടാവാൻ പോണില്ല. അതുകൊണ്ട് ഈ ഭഗവാനെ ആശ്രയിച്ചു അവര്. അപ്പോൾ നാരദ മഹർഷിയോട് ചോദിക്കുക, അങ്ങ് പാണ്ഡവന്മാരുടെ പോവാറുണ്ടോ? അവരെ നല്ല വിശേഷമുണ്ടോ? ഉടനെ നാരദർ പറഞ്ഞു, ഞാൻ ഭഗവാനെ പാണ്ഡവന്മാരുടെ അടുത്തുനിന്നാണ് വരുന്നത്, അവരുടെ ഒരു സന്ദേശമായിട്ടാണ് വരണേ. എന്താ? ധർമ്മപുത്ര മഹാരാജാവിന് ഒരു മോഹം. എന്ത്? രാജസൂയ യാഗം നടത്തി ഭഗവാനെ ആരാധിക്കണം, ഭഗവാനെ സേവിക്കുന്നവരുടെയും സേവിക്കാത്തവരുടെയും വ്യത്യാസം ലോകത്തിന് കാണിച്ചു കൊടുക്കണം.
ഭഗവാനെ ഭരിക്കുന്ന ഭക്തന് ഇഹസുഖങ്ങളും കിട്ടും, പരലോകസുഖങ്ങളും, ഇഹലോക പരലോകസുഖം കിട്ടും. എന്നുവെച്ചാൽ ഭൗതികമായിട്ട് വേണ്ടതൊക്കെ കിട്ടും. പിന്നെയോ പരമശാന്തിയാവുന്ന മോക്ഷവും കൈവരിക്കാൻ സാധിക്കും. കൽപ്പതരുവാണ് അവിടുന്ന്, കൽപ്പവൃക്ഷമാണ് അവിടുന്ന്, അല്ലേ? അതുകൊണ്ട് വിഭൂതികളെ, എല്ലാ ദേവതകളും ഭഗവാന്റെ വിഭൂതിയാണല്ലോ, ഭഗവാൻ തന്നെയാണല്ലോ. അവരൊക്കെ ആരാധിക്കണമെന്ന് മോഹമുണ്ട്. അതിന് ഭഗവാനോട് അപേക്ഷിക്കാൻ. ഭഗവാൻ വിചാരിച്ചാലേ ഒക്കെ പറ്റുള്ളൂ. തനിക്ക് അതിനുള്ള കഴിവും ശക്തിയൊന്നുമില്ല, സാമർഥ്യമില്ല. കൃഷ്ണൻ വിചാരിച്ചാൽ സാധിക്കും. അങ്ങനെയാണ്. അപ്പോൾ ഇത് കേൾക്കേണ്ട താമസം. ധർമ്മപുത്ര മഹാരാജാവിൻ്റെ രാജസൂയയുടെ ഭഗവാനുള്ള ഉത്സാഹമായി. ഭഗവാൻ പലതും ഉള്ളിൽ കണ്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഈ അവരുടെ മന്ത്രിസഭയിൽ ഒരു അഭിപ്രായ വ്യത്യാസം വന്നു. അതെ, ഉണ്ടോനെ എന്താ പറയുക, ഉണ്ണാത്തോനല്ല കിട്ടാൻ, അല്ലേ? ഉണ്ടോനോ കിടക്കെ പായ കിട്ടാന്ന് പറഞ്ഞ മാതിരിയാണ്. ഇപ്പൊ രാജാവിന്റെ രാജസൂയം നടത്തൽ പിന്നെ ചെയ്താലും മതി, ഇല്ലേ? ഇവിടെ പാവങ്ങൾ ഇപ്പൊ എന്നോ നാളെ അയാളെ ചുട്ടു കൊല്ലുക എന്ന് പറയാൻ പറ്റില്ല, ബലി കൊടുക്കാന്ന് പറയാൻ പറ്റില്ല. അവരെ രക്ഷിക്കലല്ലേ ആദ്യം പ്രഥമ കർത്തവ്യം എന്ന അഭിപ്രായം. അപ്പോൾ ഉടനെ തൻ്റെ ഉപദേഷ്ടാവാര ശ്രീകൃഷ്ണന്റെ മഹാമന്ത്രി ഉദ്ധവരോട് ചോദിച്ചു. ഉദ്ധവോ ബുദ്ധിസുക്തമാം ബൃഹസ്പതിയുടെ ശിഷ്യനല്ലേ? ചോദിച്ചു, എന്താ അങ്ങയുടെ അഭിപ്രായം? ഏതിനാ ഞാൻ ആദ്യം പോകേണ്ടത്? അപ്പോൾ ഉദ്ധവൻ അതിനേക്കാളും വലിയ ഭക്തനല്ലേ, ഭഗവാന്റെ ഹൃദയം അറിയുന്നതല്ലേ? ഭഗവാനെ അവിടത്തേക്ക് തിരുവള്ളത്തിലേറാതെ എന്താ ഉള്ളത്? അവിടുത്തെ എല്ലാം അറിയും. എങ്കിലും ഞങ്ങൾക്ക് അതിന്റെ ക്രെഡിറ്റ് തരാൻ വേണ്ടി ഞങ്ങളോട് പറയുക, അല്ലേ? എങ്കിലും മനുഷ്യരീത്യ ഉപദേശം ചോദിച്ചാൽ ഉപദേശം കൊടുക്കണമല്ലോ. അതിൻ്റെ ശമ്പളം കൊടുത്ത് അപ്പോയിന്റ് ചെയ്തിരിക്കണേ, ഉപദേശിക്കണ്ടേ? അതുകൊണ്ട് ഞാൻ പറയാം, ഭഗവാനെ ഇത് രണ്ട് വിഷയമല്ല, ഒരു വിഷയമാണ്. രാജസൂയത്തിന് പോയാൽ മതി. അവിടുന്ന് രാജസൂയം നടത്തണമെങ്കിൽ എല്ലാ രാജാക്കന്മാരെയും ജയിക്കണം. ദിഗ്വിജയം ചെയ്ത ഒരാൾ പോലും നമുക്ക് എതിർക്കാൻ പാടില്ല. ചക്രവർത്തിക്ക് മാത്രം നടത്താൻ പറ്റണമെന്നാണതേ. യാഗങ്ങളിൽ രാജാവാണല്ലോ. അതുകൊണ്ട് അതുപോലെയുള്ള ആൾക്കെ, രാജാക്കന്മാരിൽ രാജാവായ ആൾക്കെ അത് നടത്താൻ പറ്റുള്ളൂ. അപ്പൊ തീർച്ചയായിട്ടും ദിഗ്വിജയം ചെയ്യേണ്ടി വരും. ഈ ദിഗ്വിജയം എന്ന കൂട്ടത്തില് ഈ ജരാസന്ധനും ജയിക്കാലോ. ഒരേ ഒരു വടിക്ക് രണ്ട് പക്ഷി പറഞ്ഞ മാതിരിയായില്ലേ? പക്ഷേ ഉദ്ധവൻ തന്നെ ചില വഴികളൊക്കെ പറഞ്ഞു കൊടുത്തു. ഭഗവാനെ അങ്ങനെ എളുപ്പത്തിൽ അയാളെ കൊല്ലാൻ പറ്റില്ല, സൈന്യം കൊണ്ട് അയാളെ കൊല്ലാൻ പറ്റില്ല. 100 അക്ഷൗണികളൊക്കെ യുദ്ധം കൊണ്ട് കൊല്ലാൻ പറ്റില്ല. പിന്നെയോ ദ്വന്ദ്വയുദ്ധത്തിലൂടെ അയാളെ കൊല്ലാൻ പറ്റുള്ളൂ. ഭഗവാനും അർജുനും ഭീമസേനും കൂടി ബ്രാഹ്മണ വേഷം കെട്ടി പോയാൽ മതി. അയാൾ വലിയ ബ്രാഹ്മണ ഭക്തനാണ്, ദാനശീലനാണ്. എല്ലാ ദുഷ്ടന്മാർക്കും ഉണ്ട് കേട്ടോ ഒരു നന്മ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ കഥകൾ കേൾക്കുമ്പോൾ? കംസനുണ്ടൊരു ഗുണം. കംസൻ അവിടെ ദൂഹം പോയി തൊഴാറുള്ള ശിവക്ഷേത്രത്തിലൊക്കെ ഞങ്ങൾ പോയി, മധുരയിൽ പോയപ്പോഴേ എന്തൊരു വലിയ ഭക്തനാ. പക്ഷേ അതൊക്കെ ഉപയോഗിക്കുന്ന ലോകത്തെ ദ്രോഹിക്കാൻ വേണ്ടിയിട്ടാണ് മാത്രം. രാവണൻ എന്തൊരു വലിയ ഭക്തനായിരുന്നു, ഇല്ലേ? വേദം കലക്കി കുടിച്ച ആളായിരുന്നില്ലേ? തപസ് ചെയ്യുന്നില്ലേ? അതെ, ഇയാൾക്ക് വലിയ ദാനശീലമാണ്. ബ്രാഹ്മണൻ എന്ത് വന്ന് ചോദിച്ചാലും കൊടുക്കും. അപ്പൊ അവിടെ പോയിട്ട് അദ്ദേഹത്തിനോട് യുദ്ധം ദാനമായിട്ട് ചോദിക്കാം. അങ്ങനെ ദ്വന്ദ്വയുദ്ധത്തിലൂടെ ഭീമസേനുമായി യുദ്ധം ചെയ്ത് ഭീമസേനെ കൊണ്ട് വലിക്കാൻ നോക്കും. അതൊക്കെ അവിടത്തേക്ക് അറിയും, എങ്കിലും ചോദിച്ചുകൊണ്ട് പറയാൻ പോകും. ഉദ്ധവനെ മുക്തകണ്ഠം പുകസിച്ചു അദ്ദേഹത്തിന്റെ ഉപദേശത്തെ, സന്ദർഭോചിതമായ ഉപദേശത്തെ. അതിനുശേഷം എല്ലാവർക്കും കൽപ്പന കൊടുത്തു, പുറപ്പെടുക. ഇത്ര ഭാര്യമാര് കൊണ്ടേ, ഇത്ര കുട്ടികൾ ഒരുങ്ങണ്ടേ, അവരെ ദാസിമാരെ ഒരുങ്ങണ്ടേ? ഒരുങ്ങാൻ തന്നെ എത്ര ആളും? നമുക്കൊരു ഒരാഴ്ചത്തെ യാത്രയ്ക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ നമ്മൾ എന്താ ഒരുങ്ങാൻ തുടങ്ങും? പാക്കിംഗ് തുടങ്ങും, അല്ലേ? അപ്പോൾ ഇവർക്കൊക്കെ അത്രയും പേർക്ക് പുറപ്പെട്ടെങ്കിലോ അതിനുള്ളത് അവർക്ക് സംരക്ഷണം. ഇടയ്ക്കിടയ്ക്ക് വഴിക്ക് കഴിയാൻ, ഇടയ്ക്ക് താമസിക്കാൻ, ടെന്റ് കെട്ടാൻ, അതില് എന്താ ഒരു വലിയ സന്നാഹം വേണ്ടേ? എല്ലാം ഒരുങ്ങി ഇവിടുന്ന് പുറപ്പെട്ടു വാദ്യഘോഷങ്ങളോട് കൂടിയിട്ട് അങ്ങനെ അവിടെ എത്തുന്നു. എന്താ പാണ്ഡവരുടെ സന്തോഷം! പാണ്ഡവർക്ക് ഒന്നും ഉണ്ടായില്ല. കൃഷ്ണ കാരുണ്യമാണ് ഈ പാണ്ഡവരുടെയും കുന്തിയുടെയും ഒക്കെ ജീവിതം. അവരോ എൻ്റെ നിങ്ങളുടെ പിന്നെ ആരുടെ കാരുണ്യം? ഇപ്പൊ ഞാൻ ഇവിടെ വർത്താനം പറയണത് കൃഷ്ണകൃപ കൊണ്ടല്ലേ? ഇപ്പൊ ഞാൻ ജീവിച്ചിരിക്കുവോ? നിങ്ങൾ ഇരുന്ന് കേൾക്കണത് ഈ പുറത്തേക്കും അകത്തേക്കും ശ്വാസം നമ്മൾ അറിഞ്ഞിട്ടാണ് അപ്പൊ നടന്നുകൊണ്ടിരിക്കണേ. ആരാ നടത്തണേ? ഉള്ളിലിരിക്കണ കൃഷ്ണനല്ലേ? ഭഗവാന്റെ കൃപയും കാരുണ്യവും ഇല്ലാതെ ആരാ ഈ ലോകത്തിൽ വാഴണത്? പറയൂ, ആർക്കാ ജീവിക്കാൻ പറ്റുക? നമ്മൾ അതിനെ ആ പെർസ്പെക്റ്റീവില്, ആ കാഴ്ചപ്പാടിൽ കാണുന്നില്ല. അതാ ശരിയല്ലേ? ഭക്തനെല്ലാം ഭഗവാന്റെ കൃപയായിട്ട് കാണുന്നു. ഭഗവാനെ കാൽക്കൽ വന്ന് വീഴും നമസ്കരിക്കണോ? ഒന്നുമില്ലാത്ത ഖണ്ഡവ പ്രദേശമാണ് കൊടുത്തത്, ആ കുന്നുംപുറം. അതിനെ ഒന്നാന്തരം പട്ടണമാക്കി മാറ്റിച്ചില്ലേ ഭഗവാൻ വിശ്വകർമാവിനെ കൊണ്ട്? അതിമനോഹരമായ സഭാമണ്ഡപം അയനെ കൊണ്ടാക്കി കൊടുത്തില്ലേ? പാണ്ഡവന്മാർക്ക് എന്തെങ്കിലും ഒരു കുറവ് ഭഗവാൻ വരുത്തിയോ? അവിടേക്ക് ഭഗവാൻ പരിവാരങ്ങളോടുകൂടി ആദ്യമായിട്ട് വരിക. കൃഷ്ണൻ ഇടയ്ക്കിടയ്ക്ക് വരും, കുറച്ച് അവിടെ താമസിച്ചിട്ട് പോകും ഭക്തന്മാരുടെ കൂടെ. പക്ഷേ ഈ പരിവാരങ്ങളോട് വരികയല്ലേ? ഓരോരുത്തരും ഓടി വരണു. പാഞ്ചാലി പാണ്ഡവന്മാർ ഓരോരുത്തരും വന്ന് ഭഗവാനെ നമസ്കരിക്കണോ, കെട്ടിപ്പിടിക്കണോ. പ്രായം മുതിർന്നവര് അങ്ങനെയാണ്. മുതിർന്നവരെ അങ്ങോട്ട് നമസ്കരിക്കുക, മുതിർന്നവരെ പ്രായം കുറഞ്ഞവര് അങ്ങോട്ട് നമസ്കരിക്കുക, മറ്റവരൊരു ഇങ്ങോട്ട് നമസ്കരിക്കുക, ആശീർവദിക്കുക. ഇതാണ് നമ്മുടെ കൾച്ചർ. ഇന്ന് നോർത്ത് ഇന്ത്യയിൽ പോയി കാണാം. നമ്മൾ നമ്മുടെ അച്ഛനും അമ്മയും നമസ്കരിക്കുന്നത് എത്ര പേരുണ്ട് ഇവിടെ?
ദിവസം അച്ഛനമ്മയെ നമസ്കരിക്കുന്നു. കൃഷ്ണൻ 125 വയസ്സിലെ ശരീരം വിട്ടത്. അന്നും കൂടിയും ഇവരോടൊക്കെ പ്രഭാസത്തിലേക്ക് പോകാൻ പറഞ്ഞിട്ട് പോകുമ്പോൾ വസുദേവരും ദേവിയും നമസ്കരിച്ചിട്ട് പോയെന്നാണ് രേഖപ്പെടുത്തിക്കണേ. നമ്മളോ? നമുക്ക് നമസ്കരിക്കാൻ വയ്യ അല്ലേ അച്ഛനമ്മയും? നമ്മൾ നമസ്കരിക്കാറ് നമ്മുടെ കുട്ടികൾ നമസ്കരിക്കുമോ? ഇന്നൊരു കുട്ടിയെ കൊണ്ട് ഒരമ്മ വന്നിട്ട് സ്വാമി നമസ്കരിക്കുക എന്ന് പറഞ്ഞാൽ ആ കുട്ടിയെ നിർബന്ധിച്ചു. കുറച്ച് ഇപ്പൊ കാല് പിടിച്ച് വലിക്കുക. ആ കുട്ടിയുടെ മനസ്സിൽ എന്താ മെസ്സേജ് കിട്ടുക? ഈ സ്വാമിമാര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ്രോഹികളാണെന്നാ അല്ലേ? ആ കുട്ടിക്ക് എത്ര ദ്രോഹം, കൈക്കാല് പിടിച്ച് വലിച്ച് അതിനെ വേദനിപ്പിക്കുമ്പോ ആ കുട്ടിയുടെ ഉള്ള റോങ് മെസ്സേജാണ് നിങ്ങൾ കൊടുക്കണേ. മനസ്സിലായോ അല്ലേ? കുട്ടികളെ ഒരിക്കലും നിർബന്ധിക്കരുത്. നിങ്ങൾ എന്ത് കുട്ടികൾ ചെയ്യണോ അത് നമ്മൾ സ്വയം ചെയ്യണം. മനസ്സിലായോ? നിങ്ങൾ നമസ്കരിച്ചാൽ 10 പ്രാവശ്യം നമസ്കരിക്കണം കണ്ടാൽ ആ കുട്ടി തന്നെത്താനെ നമസ്കരിച്ചിരിക്കും. അമ്പലത്തിൽ പോയാലും സജ്ജനങ്ങളെ കാണാൻ പോയാലും ഇങ്ങനെയാണ് നമ്മൾ മാതൃകയാവേണ്ടത്. നമ്മൾ ചെയ്യില്ല. അതിലെ കൊണ്ട് തള്ളി കഴുത്ത് വേദനിട്ടുണ്ടാവും. ഇങ്ങനെ അമർത്തുമ്പോഴേ ആലോചിച്ച് നോക്കൂ. നെവർ ഡൂ ദാറ്റ് മേലില് കേട്ടോ. നിങ്ങൾ കുട്ടികളെ ഭക്തി പഠിപ്പിക്കുക. അങ്ങനെ വരില്ല ഭക്തി. അതാ കുട്ടിക്ക് കുട്ടിയുടെ ഉള്ളില് ഒരു ബ്ലോക്ക് ഉണ്ടാക്കുക ചെയ്യാം. ചെറിയ കുട്ടികൾക്ക് അറിയില്ലല്ലോ. എന്തായാലും ഇങ്ങനെ പരസ്പരം ആശീർവദനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുന്തിയെ പോയി നമസ്കരിക്കുക, ദ്രൗപദി മുതലായി ഇങ്ങോട്ട് വന്ന് ഭഗവാൻ നമസ്കരിക്കുക. സന്തോഷമായി അങ്ങനെ അവിടെ വന്ന് നല്ല സല്ലാപം പറഞ്ഞിട്ട് കുറേ ദിവസം കഴിഞ്ഞു. യാഗത്തിന്റെ ഒരു ചർച്ചയില്ല. ഒരു ദിവസം ഭഗവാൻ എല്ലാവരും നിറഞ്ഞിരിക്കുന്ന സദസ്സിൽ വെച്ച് ഭഗവാൻ ചോദിക്കുക, അല്ല എന്താ അങ്ങ് രാജസൂയ നടക്കണമെന്നൊക്കെ കേട്ടിട്ട്? ഭഗവാനെ, എനിക്ക് അതിനുള്ള പ്രാണിയോ കഴിവോ വലുതും ഉണ്ടോ? ഒന്നുമില്ല. ഭഗവാനെ അവിടുത്തെ കാരുണ്യമുണ്ടെങ്കിൽ ആ ഭക്തന് ജീവിതം സാധിക്കാത്ത ഒന്നുമില്ല. അത് ലോകത്തിന് കാണിച്ചു. അതുകൊണ്ട് അവിടുത്തെ വിഭൂതികളാവുന്ന ദേവതകളെയൊക്കെ ഒരു രാജസൂയത്തിലൂടെ ഇരിക്കണം, അവിടത്തെയും ആരാധിക്കണം എന്ന് മോഹം. ഇങ്ങനൊരു മോഹം, ചെറിയൊരു മോഹമേ ഉള്ളൂ. അത് നടക്കുമെന്ന് എനിക്കറിയില്ല. അവിടുന്ന് വിചാരിച്ചാൽ നടക്കും, അവിടുന്ന് വിചാരിച്ചാൽ നടക്കാത്ത ഒന്നുമില്ല. ഇത് ലോകത്തെ പഠിപ്പിക്കില്ല. അത് നടക്കും. അതാ രാജസൂയം. ഭഗവാൻ നിറഞ്ഞു നിൽക്കുക. സുദർശനമ്മയുടെ സപ്താഹത്തിൽ എങ്ങനെയാണോ അത്ര ഗംഭീരമായിട്ട് പരിപാടികൾ നടത്തുന്ന ഗുരുവായൂരപ്പൻ നേരിട്ട് എഴുന്നള്ളി ഇതുപോലെ, അല്ലെങ്കിൽ അതുപോലെ ഇവിടെ നടക്കും. ഇതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലെ കണ്ണൻ ആളായി നിന്ന് എല്ലാം നടത്തി തരും. കണ്ണൻ എന്താ നമ്മളോട് പറഞ്ഞേക്കണത്? ഞാനാണ് ഒക്കെ നടത്തുന്നത്, നീ വെറും ഒരു നിമിത്തമായി നിന്നാൽ മതി എന്നാ. നമ്മൾ കർത്തൃത്വം ഒക്കെ നടത്തണമെന്ന് അങ്ങടെ ഏറ്റെടുത്താൽ കണ്ണൻ മാറും. പിന്നെ കണ്ണൻ വിചാരിക്കും എൻ്റെ ആവശ്യം നിനക്കില്ലല്ലോ, നീ യു ആർ കേപ്പബിൾ, യു ഡോണ്ട് നീഡ് മീ, മൈ പ്രസൻസിലെ എൻ്റെ ആവശ്യമില്ലേ നിനക്ക്. അപ്പൊ ഭഗവാൻ മാറും. നേരെ മറിച്ച് ആ ഭഗവാന് ശരണാഗതി അടഞ്ഞാലോ, എനിക്കൊന്നും ആവില്ല ഭഗവാനെ, അവിടുത്തെ കാരുണ്യമാണ് എല്ലാത്തിനും എന്ന് അങ്ങോട്ട് വിട്ടുകൊടുത്താലോ, കണ്ണൻ എല്ലാവരുടെ ജീവിതത്തിലും, കൃഷ്ണന്റെ ജീവിതത്തിലും, പാട്ടുകാരുടെ മാത്രമല്ല, സുദർശനമ്മയുടെ മാത്രമല്ല, നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിലും വേണ്ടതല്ല ഏറ്റെടുത്ത് നടത്തും. ഇത് വലിയൊരു മെസ്സേജാണ്. ഇതൊക്കെ നമ്മൾ വീട്ടിൽ പോകുമ്പോൾ കൊണ്ടുപോകേണ്ടത് കേട്ടോ. മനസ്സിലായോ? ഇതൊക്കെ ഇവിടുന്ന് ചില പോയിന്റുകൾ കൊണ്ടുപോയിട്ട് ജീവിതത്തിൽ പകർത്തണം. ആട്ടെ, ഭഗവാൻ പറഞ്ഞു എല്ലാം കൊണ്ടും അങ്ങ് യോഗ്യനല്ലേ. ദേവന്മാരുടെ അംശായി നിങ്ങളൊക്കെ ജനിച്ചിരിക്കണവരേ ദേവാംശഭൂതന്മാരല്ലേ. മാത്രമല്ല അങ്ങാണെങ്കിൽ ശത്രുവില്ല. അതുകൊണ്ട് 4 സഹോദരന്മാരെ ഓരോ അക്ഷഗുണികളോട് 4 ദിക്കിലേക്ക് ദിഗ്വിജയത്തിന് അയക്കാൻ പറഞ്ഞു. അയച്ചു. പടിഞ്ഞാട്ട് ആരും പാടുന്നു, ആരേക്ക് ആരും പോണ്ടാ പറഞ്ഞു. ജിതേന്ദ്രിയനും പരമഭക്തനുമായ അങ്ങ് ആ പ്രേമഭക്തി കൊണ്ട് എൻ്റെ ഹൃദയം ജയിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് എൻ്റെ കപ്പ് എന്താന്ന് പറഞ്ഞു, ഒരു കിഴി. സീഡ് മണി ബിസിനസ്സിന് കൊടുക്കില്ല, അതുമാതിരി ഭഗവാന്റെ ആദ്യം കൊടുത്തു ഒരു കിഴി. മനസ്സിലായോ? പിന്നെ അവിടെ സമ്പത്തിന് വല്ല കുഴപ്പമുണ്ടാവോ? 4 ദിക്കിലേക്കും പോയി സഹോദരന്മാർ. ഒരാളെങ്കിലും എതിർക്കണ്ടേ ധർമ്മപുത്രന്റെ രാജസൂയം എന്ന് കേട്ടപ്പോൾ ഒരാളും എതിർത്തില്ല. എല്ലാവരും ധാരാളം കൈയഴിഞ്ഞ് സംഭാവന കൊടുത്തു. രാജാക്കന്മാരൊക്കെ ഇങ്ങനെ സംഭാവന മേടിച്ച നടന്നു. നമ്മളമ്പലങ്ങളിൽ എല്ലായിടത്തും അങ്ങനെ തന്നെ അങ്ങനെ ചെയ്യും. എല്ലാവരും സംഭവം ചെയ്യും. ഈവൻ ഈ ദുഷ്ടനായ എന്താ പറയുക ശിശുപാലനടക്കം ഈ അർജുനോട് പറഞ്ഞു, നിങ്ങൾ നന്നാവണമെന്ന് എനിക്ക് സന്തോഷമേ ഉള്ളൂ, നിങ്ങൾ ഈ കൃഷ്ണന്റെ പിന്നാലെ നടക്കുന്നത് എനിക്ക് പിടിക്കാത്ത. അതുകൊണ്ട് അവിടെ മുഴുവൻ കൃഷ്ണന്റെ കേമത്തല്ലേ, കൃഷ്ണനല്ലോ അവിടെ നടന്നിട്ടുണ്ടാവും, അതുകൊണ്ട് ഞാൻ വരില്ല എന്ന് പറഞ്ഞു. പണത്ര വണ്ണി കൊണ്ടുപോയി 100 സംഭാവനയും കൊടുത്തു. മനസ്സിലായോ? തിരിച്ചു വന്നു. എല്ലാവരും കൂടി എന്ന് ചോദിച്ചു, എല്ലാവരും ജയിച്ചോ? എല്ലാവരും ജയിച്ചു. പണക്ക് ഇഷ്ടം പോലെ കൊണ്ടുണ്ട് പറഞ്ഞു. 4 രാജസൂയം നടത്താം ഇതുപോലെ. അത്രയും പണായി. അപ്പൊ ചോദിച്ചു, ആരാ ജരാസന്ധന്റെ അടുത്ത് പോയത്? മാഗധത്തിലേക്ക് ആരാ പോയത്? അപ്പൊ 4 അങ്ങോട്ട് മുഖത്തോട് നോക്കുക, ആരും പോയോ? നീ പോയോ എന്ന്. അപ്പൊ ഭഗവാൻ പറഞ്ഞു, ആരെ ജയിച്ചില്ലെങ്കിലും ജരാസന്ധനെ ഒരാളെ ജയിച്ചാൽ മതി അല്ലേ. ഇനി എല്ലാവരും ജയിച്ചാലും ജരാസന്ധനെ ജയിച്ചില്ലെങ്കിൽ രാജസൂയം നടത്തിയിട്ട് കാര്യമില്ല. കാരണം അയാളല്ലേ ഇന്നത്തെ ഏറ്റവും വലിയ രാജാവ്, ശക്തൻ. അതുകൊണ്ട് ജരാസന്ധനെ ജയിക്കണം, പുറപ്പെടൂ. അർജുനെയും ഭീമസേനെയും കൂടെ വരാൻ പറഞ്ഞു. 3 പേരും വേഷം മാറി യാത്രക്കാർ ബ്രാഹ്മണരെ വേഷം സ്വീകരിച്ചു കൊണ്ട് ചെന്നു.
പിറ്റേ ദിവസം മഹാരാജാവ് അവിടെ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് വരിവരിയായിട്ട് ബ്രാഹ്മണൻ നിൽക്കണു, വാരി കോരി എന്ത് ചോദിച്ചാലും കൊടുത്തുകൊണ്ടിരിക്കണു. ആ ഈ കൂട്ടത്തിൽ വിരുന്നു ഇവരുടെ ഊഴമായി. മുമ്പിൽ കൃഷ്ണനാണ്. മുമ്പിൽ കൃഷ്ണൻ ഇയാളെ കണ്ടപ്പോൾ തന്നെ ഇയാളുടെ സംശയം, ഇയാൾ നല്ല മുഖപരിചയമുണ്ട്. ഞങ്ങൾ സഞ്ചാരികളായ ബ്രാഹ്മണരാ, ഞങ്ങൾ അങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് അങ്ങ് മഹാമനസ്കനാണ്, മഹാ ഉദാരനിധിയാണ്, യാത്രികർക്ക് എന്ത് വേണമെങ്കിൽ കൊടുക്കും ബ്രാഹ്മണർക്കെന്നൊക്കെ കേട്ടപ്പോൾ ചെറിയൊരു ആവശ്യമായിട്ട് വന്നതാ. ഇയാൾ ചോദിച്ചു, ഇയാളുടെ ശബ്ദം നല്ല പരിചയമുണ്ടല്ലോ. മാത്രമല്ല ഇവരുടെ കയ്യിൽ ഞാൻതഴമ്പ് കാണുന്നുണ്ട്. ക്ഷത്രിയർക്കല്ലേ അമ്പും വില്ലും പിടിച്ച് ഞാൻതഴമ്പ് ഉണ്ടാവുള്ളൂ. പറയാമയ്യ, പരശുരാമൻ ബ്രാഹ്മണനായിരുന്നു, എന്നിട്ടും ഒന്നാന്തരം ഭീഷ്മരെ പോലെ തോൽപ്പിച്ച ആളല്ലേ. ദ്രോണനാരായിരുന്നു? ബ്രാഹ്മണനായിരുന്നു. പക്ഷെ ധനുർവിദ്യയുടെ ആചാര്യനായിരുന്നില്ലേ? അതുകൊണ്ട് അങ്ങനെ കണക്കാക്കാൻ പാടില്ല. ആട്ടെ, ചോദിച്ചു, നിങ്ങൾ ആരാണ്, എന്താ ഉദ്ദേശം ചോദിച്ചു. അപ്പോൾ ഭഗവാൻ പരിചയപ്പെടുത്തി, ഇത് മധ്യമപാണ്ഡവനായ അർജുനൻ, ഇത് അർജുനന്റെ സഹോദരനായ ഭീമൻ, ഞാൻ ഇവരെ രണ്ടുപേരുടെ അമ്മാവന്റെ മകനും അങ്ങ് ശത്രുവായി കണക്കാക്കണ കൃഷ്ണനാന്ന് പറഞ്ഞു. ഇത് കേട്ട ഉടനെ ഒരു ഹാസ്യച്ചിരി ചിരിച്ചുകൊണ്ട് പറയാം, ഭീരു 17 പ്രാവശ്യം നീ എന്നെ തോൽപ്പിച്ചു, 18ാമത് ഞാൻ ശക്തനായി വന്നപ്പോൾ പേടിച്ചോടിയവനല്ലേ. റൺചോഡ് ഭഗവാൻ എന്ന കൃഷ്ണൻ, അതും കൃഷ്ണ ബഹുമാന. അതല്ലയോ, അങ്ങനെ ഒരു അമ്പലം ഉണ്ട് അവിടെ ഗുജറാത്തിൽ. നമ്മളാരെങ്കിലും നമ്മുടെ യുദ്ധത്തിൽ നിന്ന് ഓടിച്ചോടിയാ നമുക്ക് ബിരുദം കിട്ടുമോ? കൃഷ്ണന് ബിരുദം അത്, മനസ്സിലായില്ലേ? എന്നിട്ടോ ആൾക്കാരെ പറ്റിച്ച് സമുദ്രത്തിന്റെ ഉള്ളിൽ പോയി ഒളിച്ചു താമസിക്കുന്ന ഭീരു നിന്നോട് ആര് യുദ്ധം ചെയ്യും? പിന്നെ അർജുനാണെങ്കിൽ ഞാൻ ഊതിയ മറിഞ്ഞു വീഴും. അർജുനെ ഞാൻ എടുത്ത് വീഴ്ത്തി എന്ന് പറഞ്ഞ നാണക്കേട് എനിക്കല്ലേ. പയ്യൻ തുല്യ ബലവാന്മാരോടല്ലേ ഏറ്റുമുട്ടിയ രസമുള്ളൂ. ഭീമനും എന്നോട് ഒക്കൊന്നുമില്ല, പക്ഷെ 4ാമത് വേറൊരാളില്ലല്ലോ. അതുകൊണ്ട് ഭീമനോട് ചെയ്യാൻ നോക്കും. പിന്നെ ഗംഭീരമായ സൽക്കാരമാണ്, ധർമ്മം തന്നിട്ടോ. ചതിയൊന്നുമില്ല. യുദ്ധത്തിന് ഗ്രൗണ്ടിൽ എത്തിയ അവിടെ മാത്രമേ ഉള്ളൂ യുദ്ധം. ആയുധപ്പരെ കൊണ്ടുപോയി നല്ലൊരു ഗത ഭീമസേന എടുത്തു, ഇയാൾ കൊടുത്തു. എല്ലാവരും വന്നു. നമുക്ക് വേണമെങ്കിൽ പറയാം 6 to 6, സൂര്യോദയം മുതൽ സൂര്യാസ്തമനം വരെ എന്നൊക്കെ സമയം നിശ്ചയിച്ചിട്ടുണ്ടവര്. ആളുകൾ ധാരാളം പേരുണ്ട്. ഒന്നാന്തര യുദ്ധം. ഇവരുടെ ഭയങ്കരമായ ഗതയുടെ അടി ശബ്ദം ആകാശത്തിൽ ഇങ്ങനെ മുഖരിതമാവുന്നുണ്ട്. അങ്ങനെ ഓരോ ദിവസം വൈകുന്നേരമാവണം വരെ. രാത്രിയായി. രാത്രി ശത്രുതയില്ല. കുളിച്ച് എല്ലാവരും കൂടി തമാശയൊക്കെ പറഞ്ഞ് നേരം പോക്കെ പറഞ്ഞ് നല്ല ശാപ്പാടൊക്കെ കഴിച്ച് എല്ലാവരും സുഖമായിട്ട് കിടന്നുറങ്ങും. രാവിലെ എനിക്ക് അവിടെ വന്നാലേ ഉള്ളൂ ശത്രുത. ഇങ്ങനെ ദിവസം 1 അല്ല 2 അല്ല 27 കഴിഞ്ഞു. 27ാം ദിവസം രാത്രി ഭീമസേനൻ പാപ്പരായി, തളർന്നു, പരവശനായി. ഇനി നാളെ ഇയാളുടെ മുമ്പിൽ നിൽക്കാൻ പറ്റില്ല, ഇനി ഒരാളുടെ അടി കൊണ്ട ചാവും എന്നുള്ള നില വന്നു. അപ്പൊ കൃഷ്ണനെ വിളിച്ച് പറഞ്ഞു, കൃഷ്ണ വയ്യാണ്ടായിട്ടോ, ഇവന്റെ അടി താങ്ങാമയ്യ, ഈ നിലയ്ക്ക് പോയാൽ ഞാൻ ഉണ്ടാവില്ല നാളെ കേട്ടോ, ഇവന്റെ കടി കൊണ്ട് ഞാൻ മരിക്കുള്ളൂ. അതുകൊണ്ടോ അതിന് ഭേദം ഇപ്പൊ ഇവിടുന്ന് ഇവൻ നല്ല ഉറക്കാപ്പോ, അപ്പൊ ഇവിടുന്ന് പോവാൻ വെച്ചാൽ നല്ലതാ. ഭഗവാന് കാരുണ്യം തോന്നി. നോക്കണേ, ഈ കൃഷ്ണന്റെ ഒരു ലീല നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? നമുക്കൊക്കെ അനുഭവിച്ചറിയാൻ കഴിയും. നമുക്ക് അഭിമാനം വന്ന കൃഷ്ണൻ മാറികളയും. കൃഷ്ണൻ പിന്നെ ആ ഭാഗത്തേക്കേ വരില്ല. നമുക്കൊരു അഭിമാനം വന്ന കൃഷ്ണൻ ആ മഷിയിട്ടുമൊക്കെ കാണില്ല. നേരെ മറിച്ചോ ഭക്തന്റെ പരവശത കണ്ടാലോ ഭഗവാൻ ആ സങ്കടം താങ്ങാനാവില്ല. ഭക്തന്റെ മുഖം പേർത്താൽ ഭഗവാൻ ആ സങ്കടം താങ്ങാനാവില്ല. അതാണ് ഭഗവാന്റെ കൃഷ്ണന്റെ ഭക്തവാത്സല്യം. ഭീമസേനൻ പ്രകടഭക്തിയില്ല കേട്ടോ, നമ്മളെ മാതിരി പ്രകടഭക്തനല്ല ഭീമസേനൻ. ഭീമസേനൻ ഉള്ളിൽ തീർച്ച കൃഷ്ണഭക്തനാ. ആ ഭക്തന്റെ അഹങ്കാരം എന്തായിരുന്നു? എന്നെ ഗതായുദ്ധത്തിൽ ജയിക്കാൻ ഒരാളും ഇല്ല എന്ന്. ആ അഹങ്കാരം കളയണമെന്നായിരുന്നു ഭഗവാന്റെ ഇച്ഛ. എല്ലാ ഭക്തന്മാരുടെയും ഭഗവാൻ ഈ ഭാഗവതം കഥകൾ കേട്ടാൽ നമുക്ക് മനസ്സിലാവും എങ്ങനെ ഇല്ലാണ്ടാക്കണമെന്ന്. അപ്പോ സന്തോഷമായി ഭഗവാൻ. മേലൊക്കെ തലോടി കൊടുത്തു. അതുവരെയുള്ള വേദനകളൊക്കെ പോയി ഫ്രഷായി ഭീമസേനൻ. നാളെ ശരിയാക്കാം, വഴിയുണ്ടാക്കാം. അപ്പോൾ ഭഗവാൻ അറിയാം ഇവൻ ജനിച്ച രീതിയൊക്കെ. ഒരു മഹർഷി ബൃഹദ്രഥ എന്ന് പേരായ രാജാവിൻ്റെ മകനാണ്. അവർക്ക് 2 ഭാര്യ ഉണ്ടായിട്ടും 2 പേരും പ്രസവിച്ചിട്ട് അവസാനം കാട്ടിപ്പോയ ഒരു മഹർഷിയെ സമീപിച്ചു. മഹർഷി ഒരു പഴം ജപിച്ചു കൊടുത്തു. അതുകൊണ്ടൊന്ന് 2 ഭാര്യമാർക്കും മുറിച്ചു കൊടുത്തു. അവർ പ്രസവിച്ചപ്പോൾ ഒരു കുട്ടിയുടെ ഒരു ഭാഗം ഒരുത്തരും മറ്റൊരു ഭാഗം ഒരുത്തി പ്രസവിച്ചു. ആ ജീവനില്ലാത്ത ശവത്തെ കൊണ്ട് കാട്ടിൽ കളഞ്ഞു. ജര എന്നൊരു രാക്ഷസി വന്ന് അതിനെ കൂട്ടി യോജിപ്പിച്ചു. അപ്പം അതിന് ജീവൻ വന്നു. എന്നിട്ട് മഹാരാജാവിന് അപ്പൻ ദർശനം കൊടുത്തു, അങ്ങയുടെ കുട്ടി വളർത്തിക്കോളാൻ. അതുകൊണ്ട് ആ കുട്ടി എടുത്തു കൊണ്ടു. അതുകൊണ്ട് ജര സന്ധിച്ചുകൊണ്ട് ജരാഹം എന്ന് പേരിട്ടു. ജരയെ അവരെ കുലദേവതയായിട്ടൊക്കെ പൂജിക്കാനൊക്കെ തുടങ്ങി. ഇതൊക്കെയാണ് സംഭവം. ഇത് കഥ എല്ലാവരും കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇവനെ അങ്ങനെ ജനിച്ചപ്പോൾ എങ്ങനെയായിരുന്നു? ഇതുമാതിരി ശരീരം മുറിച്ച് 2 ഭാഗത്തേക്ക് ഇട്ടാലേ ചാവുള്ളൂ, അല്ലാതെ എത്ര കിതക്കടിച്ചാലും ചാവില്ല. ഇത് ഭഗവാൻ അറിയാം. നാളെ അതെങ്ങനെയും വഴി കാണിച്ചു തുറക്കാം എന്നിരിച്ചു. പിറ്റേ ദിവസം ഗംഭീരമായ യുദ്ധം ചെയ്യുക. ഇവന്റെ ഓരോ അടി കിട്ടുന്ന സമയത്ത് വേദന കൊണ്ട് വളഞ്ഞ് തിരിഞ്ഞു നോക്കുക കൃഷ്ണന്റെ മുഖത്തേക്ക്. എന്താ നാളെ ശരിയാക്കാന്ന് പറഞ്ഞു. ഇവനെ കൊണ്ട് എന്നെ ശരിയായിക്കോ? നിൽക്കാൻ വയ്യ, വേദന കൊണ്ട് താങ്ങാൻ വയ്യേ.
അപ്പൊ കൃഷ്ണൻ ഉടനെ ഇങ്ങനെ പറയാനും വഴിയല്ലോ, ധർമ്മയുദ്ധല്ലേ. ഭഗവാൻ ഒരു വടി എടുത്തിട്ട് രണ്ടായി പിളർന്ന് ഇങ്ങനെ കാണിച്ചു കൊടുത്തു. ആ ഇങ്ങനെയാണ് അവന്റെ ശരീരം ഇങ്ങനെ പിളർന്നാലേ അവൻ ചാവുള്ളൂ എന്ന് സൂചിപ്പിച്ചതാ. ഭീമസേനൻ കഥ കേട്ടുള്ളത് കണ്ട ഉടനെ കാര്യം മനസ്സിലായി. മാത്രമല്ല ഭഗവാന്റെ കാരുണ്യം കൊണ്ട് മനസ്സിലായി. ഇപ്പൊ ആരൊക്കെ എന്തൊക്കെ കാണിച്ചാലും നമുക്ക് പിടികിട്ടില്ല അവിടുത്തെ കൃപയില്ലെങ്കിൽ. ആരെന്നൊക്കെ എന്തൊക്കെ പഠിച്ചിട്ടും കാര്യമില്ല അല്ലേ. ഒക്കെ ഭഗവാൻ ഉള്ളിൽ നിന്ന് തോന്നിക്കണം. ഒട്ടനെ അവന്റെ പെട്ടെന്ന് അടിക്കാൻ പാടില്ല, തുടക്കിയ നിയമത തുടക്കി അടിച്ചു വീഴ്ത്തി. ആന പനം ചീന്തും പോലെ ഒരു കാല് ചവിട്ടി മറ്റേ കാല് വലിച്ചു കയറി ശരീരം രണ്ടാക്കി മുറിച്ച് രണ്ട് ഭാഗത്തേക്ക് അങ്ങനെ ഇട്ടു. അതോടെ ഹാഹാ ശബ്ദമുണ്ടായി. എല്ലാവരും ഭഗവാൻ വിളിച്ചു. അവന്റെ പുത്രനെ രാജ്യം പിടിച്ചിറക്കാൻ വന്നതല്ല എന്ന് കാണിച്ചുകൊണ്ട് ഭഗവാൻ അവന്റെ പുത്രനായ സഹദേവനെ രാജാവാക്കി അഭിഷേകം ചെയ്തു. അദ്ദേഹനോട് പറഞ്ഞു, ഈ ജയിലിൽ കിടക്കുന്ന രാജാക്കന്മാരെ ഒക്കെ ഒളിപ്പിച്ച് സർവാലങ്കാര വിഭൂഷിതരാക്കി ആ രാജകീയമായ ബഹുമതികളോടുകൂടി അവരവരുടെ കൊട്ടാരങ്ങളിലേക്ക് അയക്കണം, അംഗരക്ഷകന്മാരുടെ. അതാണ് ഭഗവാന്റെ അവരുടെ ആ സ്റ്റാറ്റസിനെ ഭഗവാൻ അതുപോലെ സംരക്ഷിച്ചു. അപ്പൊ ഈ രാജാക്കന്മാർക്കൊക്കെ ഒരു മോഹം, ഞങ്ങളെ രക്ഷിച്ച ഭഗവാനെ ഞങ്ങൾക്കൊന്ന് കാണണ്ടേ, ഭഗവാന്റെ മഹിമകൾ എത്രയെങ്കിലും കേട്ടിട്ടുണ്ടല്ലോ. ആ സമയത്ത് അവരെല്ലാവരും വന്നു. എന്താ അവരുടെ സ്ഥിതി? എല്ലും കോലുമായി, മുഷിഞ്ഞ വസ്ത്രം, ആകെ ഷേവ് ചെയ്തിട്ടൊക്കെ എത്ര കാലായിട്ടുണ്ട് അവര്. ആകപ്പാടെ പരവശ ഇപ്പ ചാവുന്നുള്ള നിലയിൽ അവശരാ, ദീനരാ. അതുകൊണ്ട് ഭഗവാൻ കാരുണ്യം തോന്നി. ഭഗവാൻ അവർക്ക് മിന്നും പൊന്നൻ കിരീടം, തരിവള കടകം, കാഞ്ചി പുഞ്ചേല മാല, ധന്യ ശ്രീവത്സ സൽക്കവസ്തു, ഇടകരുതും ചാരുതോരന്തരാളം, ശംഖം ചക്രം ഗദാ പങ്കജം വിവരസും 4 തൃക്കൈകളോടുകൂടി ഭഗവാൻ ദർശനം കൊടുത്തു. മഹാവിഷ്ണു ദർശനമാണ് അവർക്കുണ്ടായത്. എല്ലാവരും ഭഗവാന്റെ പാദത്തിൽ വീണ് നമസ്കരിച്ചു. ഭഗവാനെ അനുഗ്രഹിക്കണം, അനുഗ്രഹിക്കണം. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. എവിടെയെങ്കിലും ഇരുന്ന് മനസ്സുകൊണ്ടെങ്കിലും കൃഷ്ണ ഗുരുവായൂരപ്പ ഞാൻ അവിടത്തേടെയാണ്, അവിടുന്നല്ലാതെ വേറെ ആരും എനിക്ക് ആശ്രയമില്ലേ ഞാൻ പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ, ആശ്രയിച്ചാൽ ആ ഭക്തന്മാരുടെ എല്ലാ ഉത്തരവാദിത്വങ്ങളും ഏറ്റെടുത്ത് അവരുടെ സങ്കടങ്ങളും ദുഷ്ടങ്ങളും ക്ലേശങ്ങളും എല്ലാ ദുഃഖങ്ങളും രോഗങ്ങളും ഇന്ന് വേണ്ട അവരുടെ എല്ലാ പ്രയാസങ്ങളും തീർത്ത് അനുഗ്രഹിക്കുന്ന കരുണാമൂർത്തിയായ കൃഷ്ണ സാധിക്കണേ, സന്തോഷിക്കണേ എന്ന് പറഞ്ഞൊരു നമസ്കാരം. ഈ മന്ത്രമെങ്കിൽ നമ്മൾ ദിവസം ചൊല്ലിക്കൊള്ളൂ കേട്ടോ. ഈ മന്ത്രം ജപിച്ച് കൃഷ്ണനെ മനസ്സുകൊണ്ട് നമസ്കരിച്ചോളൂ. ഗുരുവായൂരപ്പനെ, ഗുരുവായൂരിൽ പോകാൻ പറ്റിയില്ലെങ്കിൽ എൻ്റെ അടുത്തേക്ക് വരും ഗുരുവായൂരപ്പൻ. അത്ര പ്രധാനപ്പെട്ടതായി ഈ മന്ത്രം. അങ്ങനെ കുറേ മന്ത്രങ്ങളുണ്ട് ഈ ഭാഗവത്തില്. പ്രാർത്ഥിച്ചു ഭഗവാനെ, അവിടുത്തെ ഭാരമായ വാത്സല്യത്തിനും കാരുണ്യത്തിനും മുമ്പിൽ നമസ്കാരം ചെയ്തു. എന്നിട്ട് പറഞ്ഞു, ഒരു നിലയ്ക്ക് ഞങ്ങൾ ഇവനോട് കടപ്പെട്ടിരിക്കുന്ന പറഞ്ഞു. എന്താ കാരണം? ഈ ജരാസന്ധൻ കാരണം ഞങ്ങൾക്കിന്ന് ഈ പ്രപഞ്ചം സംസാരം നിസ്സാരം എന്ന് ബോധ്യായി. ഞങ്ങളൊക്കെ പണത്തിൻ്റെ മേലെ പരുന്തും പറക്കില്ല എന്ന് പറഞ്ഞ അഹങ്കാരികളായ രാജാക്കന്മാരായിരുന്നു. അന്നൊന്നും കൃഷ്ണന്റെ നാമം ജപിക്കാനോ കൃഷ്ണന്റെ കഥ കേൾക്കാനോ കൃഷ്ണമഹിമ കേൾക്കാനോ ഞങ്ങൾ കൂട്ടാക്കിയിട്ടില്ല. ജരാസന്ധന്റെ ഇടികൊണ്ട് പപ്പടായ സമയത്താണ് ഇവിടെ കിടന്ന് കഷ്ടപ്പെട്ടപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങളുടെ അധികാരവും സ്ഥാനവും മാനവും പണവും പ്രതാപമൊക്കെ തുച്ഛമാണ്. അതൊരു പഠിപ്പിക്കലല്ലേ. ചിലരെ ഭഗവാൻ ഇങ്ങനെയാട്ടോ പഠിപ്പിച്ച് ഭക്തരാക്കുക. നമ്മുടെ ഓരോരുത്തരും ജീവിതത്തെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അല്ലേ. കൊലവമ്പന്മാരായി നടന്ന എല്ലാവരെയും കൂട്ടാക്കാതെ അങ്ങനെ അഹങ്കരിച്ച് നടന്ന ആൾക്കാരെ ആ ജീവിതാനുഭവങ്ങളൊക്കെ പാഠം പിടിപ്പിച്ച് ഗുരുവായൂരപ്പന്റെ ഭക്തനാക്കി മാറ്റും. കാണാൻ ചിലർ ഇതൊന്നും ഇല്ലാണ്ട് തന്നെ ഭക്തനാക്കി നിർത്തേനെ. അപ്പൊ ഓരോരുത്തരുടെ കണ്ണന്റെ കളി നമുക്കറിയാൻ പറ്റില്ലല്ലോ, എന്താണ് അവിടുത്തെ ഇച്ഛാന്ന്. എന്തായാലും അവസാനം ഇപ്പൊ എന്തായി, ഇവരൊക്കെ ഭക്തന്മാരായി, സംസാരത്തിൽ വിരക്തരായ ഭക്തരായി. അതാണ് ഏറ്റവും പ്രയാസം. നമുക്ക് ഭക്തി ഉണ്ടെങ്കിൽ വിരക്തി വരുന്നില്ല. നമുക്ക് അധികം ആൾക്കാർക്ക് വിരക്തി ഇല്ലാത്ത ഭക്തിയാ. വിരക്തി എന്ന ഭക്തിയാണ് ഉത്തമ ഭക്തി. അത്രേ ഭക്തി ഉണ്ടാവതിന് എന്തു ചെയ്യൂ കൃഷ്ണ, ഭക്തി ഉണ്ടാവൂ വിരക്തി കൊണ്ടേ എന്നാ പറയണേ അല്ലേ. ശക്തി പോയിടുവാൻ എന്തു ചെയ്യൂ കൃഷ്ണ, ചിത്തത്തിൽ നല്ലൊരു ശുദ്ധി കൊണ്ടേ. ചിത്തശുദ്ധിക്കു ഞാൻ എന്തു ചെയ്യൂ കൃഷ്ണ. നല്ല പുണ്യകർമ്മങ്ങൾ ചെയ്തുകൊള്ളൂ, നല്ല കർമ്മങ്ങൾ ചെയ്യണം. ഭഗവതർപ്പണമായി നമ്മൾ കർമ്മം ചെയ്താൽ മാത്രമേ നമ്മുടെ മനസ്സ് ശുദ്ധമാവുള്ളൂ അല്ലേ. അതാണ്, അതിൽ ശ്രദ്ധ വേണം. ശ്രദ്ധയുണ്ടാവതിന് എന്ത് ചെയ്യുവോ കൃഷ്ണ, പുണ്യകഥകളെ കേട്ടുകൊള്ളൂ, അതിന് വന്നോളൂ. അപ്പൊ ശ്രദ്ധ വരും. മനസ്സിലായോ? സൽക്കഥ കേൾപ്പതിന് എന്ത് ചെയ്യുവോ കൃഷ്ണ, സജ്ജന സംഗതി ചെയ്തുകൊള്ളൂ. സത്സംഗത്തിന് പോകണം. മനസ്സിലായോ? സജ്ജന സംഗതിക്ക് എന്തു ചെയ്യുവോ കൃഷ്ണ, വായുപുരേശന സേവ ചെയ്യൂ. അടുത്തുള്ള ക്ഷേത്രത്തിലെങ്കിലും, തൊട്ടടുത്തുള്ള ദൂരെയുള്ള പോയി സാരില്ല, തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ ദിവസം പോയി കുളിച്ചു തൊഴുത് പ്രദക്ഷിണം ചെയ്ത് കുറച്ചു നേരം നാമം ജീവിച്ച് ഭക്തന്മാരൊക്കെ വിളിച്ചു കൂട്ടി ഇരുന്ന് നാമജപം തുടങ്ങോ. പറ്റുമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യോടെ.
വലുതായി പറ്റിയെങ്കിൽ സഹസ്രനാമൊക്കെ പഠിപ്പിക്കാം, അല്ല ഗീത വായിക്കാം, അല്ലെങ്കിൽ നാരായണീയം വായിക്കാം, ഇതൊന്നുമില്ലേ? എല്ലാവരും കൂടി നാമം ജപിക്കുക 1 മണിക്കൂർ, ആഴ്ചയിലൊരു ദിവസമെങ്കിലും, മാസത്തിലൊരു ദിവസമെങ്കിലും, എങ്ങനെയെങ്കിലുമൊക്കെ ചെയ്യുക. അപ്പൊ ഭഗവാൻ നമ്മൾക്ക് ഇതിനൊക്കെയുള്ള അവസരം ഉണ്ടാക്കി തരും. മനസ്സിലായോ? രാജാക്കന്മാരെ അനുഗ്രഹിച്ചു, അവരൊക്കെ ഭഗവാൻ പറഞ്ഞു, അതെ നന്നായി, എൻ്റെ അനുഗ്രഹം കൊണ്ടാണ് നിങ്ങൾക്ക് സാധിച്ചത്, നിങ്ങൾക്ക് എൻ്റെ അചഞ്ചലമായ ഭക്തി ഉണ്ടാവും, ഒന്ന് ചെയ്യണം നിങ്ങൾ, ഇത്രയും കാലം നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ രാജ്യം ഭരിച്ചും ജീവിച്ചത് അല്ലേ, ഇനി നിങ്ങൾ പോയിട്ട് നിങ്ങളുടെ സ്വധർമ്മത്തെ എനിക്ക് വേണ്ടി ചെയ്യണം. അതാണ് യജ്ഞം അഥവാ യാഗം. കൃഷ്ണാവതാരം ഒരു യാഗയജ്ഞം എന്ന ഹോമല്ല, പിന്നെയോ യജ്ഞബുദ്ധിയോടുകൂടി ഈശ്വരാർപ്പണമായി ചെയ്യുന്ന കർമ്മത്തിന്റെ പേര് യജ്ഞം, യാഗമെന്ന്. അങ്ങനെ നിങ്ങൾ എന്നെ ആരാധിച്ചോളൂ, നിങ്ങൾക്ക് നിഷ്കളങ്ക ഭക്തി ഉണ്ടാവും. മഹാരാജാവിൻ്റെ യാഗസൂയത്തിന് എല്ലാവരും വരണം എന്നൊക്കെ പ്രത്യേകം ക്ഷണിക്കുകയും ചെയ്ത് ഭഗവാൻ സഹദേവന്റെ സൽക്കാരൊക്കെ സ്വീകരിച്ചുകൊണ്ട് മടങ്ങി. പങ്ക് വിളിച്ചുകൊണ്ടല്ലേ ഭഗവാൻ പാഞ്ചജന്യം വിളിച്ചുകൊണ്ട് വരുമ്പോഴേക്കും എല്ലാവർക്കും സന്തോഷം, കാര്യം ജയിച്ചു എന്നറിയാം. ധർമ്മപുത്ര മഹാരാജാവ് കൃതകൃത്യനായി നന്ദി സൂചകമായി ഭഗവാന്റെ കാൽക്കൽ നിന്ന് വീണു. ഇതൊക്കെ അറിയാം, എനിക്ക് ഒരു കഴിവില്ല, ഒക്കെ അവിടുത്തെ കഴിവാണ്, അനുഗ്രഹമാണ്. അതിനുശേഷം മഹാന്മാരെ മരണമാത്രയിൽ നമ്മുടെ പാപങ്ങൾ മുഴുവൻ നശിപ്പിക്കുന്നതായിട്ടുള്ള മഹർഷിമാരാണ് അല്ലേ? വിശ്വാമിത്രൻ, അസിതൻ, ദ്വൈപായനൻ, ഭരദ്വാജൻ, സുമന്തു, ഒരു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെ. ഇങ്ങനെയുള്ള മഹർഷിമാരാണ് അവിടെ. എന്താ? ഭഗവാനുള്ളത് കൊണ്ട് അവരൊക്കെ വന്നിക്കണത്, കൃഷ്ണനുള്ളത് കൊണ്ടാ. എല്ലാത്തിന്റെ ആദ്യവസാനം കൃഷ്ണനാണ്. മനസ്സിലായോ? ഭീഷ്മര്, ദ്രോണര്, എല്ലാവരും ധൃതരാഷ്ട്രാദികള്, അവരവന്മാര്, സഞ്ജയന്മാര്, ബന്ധുമിത്രാദികള്, അവരോട് സ്നേഹമുള്ളവര്, ക്ഷണിക്കപ്പെട്ടവരെല്ലാവരും കോടാനുകൂടി ജനം. ഭീഷ്മദ്രോണാദികളൊക്കെ സ്നേഹത്തോടെ ഇവരൊക്കെ ആദ്യവസാനം അവർ തന്നെ ഓരോന്ന് ഏറ്റെടുത്ത് നടത്തുക, എല്ലാം കൂടെ ഏൽപ്പിച്ചു കൊടുത്തേക്കുക. പിന്നെ പ്രത്യേകിച്ച് വരണവർക്കൊക്കെ സദ്യക്ക് കുറവ് വരരുത്, ശാപ്പാട് ഒന്നും നാളെ പാകം ഉണ്ടാവണം, അതുകൊണ്ട് ഭീമസേനെ അതിനെ ഏൽപ്പിച്ചു അല്ലേ? വരണവരെയൊക്കെ ശുശ്രൂഷിക്കാൻ അവർക്ക് വേണ്ട അക്കോമഡേഷൻ, അതിന്റെ കമ്മിറ്റി, ഓരോ കമ്മിറ്റി ഉണ്ടാക്കല്ലേ, ദ്രുപജ, പാഞ്ചാലി അല്ലേ? കൃഷ്ണ പാദാപനേജനെ, മഹർഷിമാരൊക്കെ വന്ന് അവരെ കാല് കഴിച്ച് അവരെ പൂജിക്കാൻ, പാദപൂജ ചെയ്യാൻ കൃഷ്ണൻ പാദപൂജ വേറെ അവർ ഉദ്ദേശിച്ചത്. പക്ഷെ ഭഗവാൻ ഇതും കഴിഞ്ഞ് കാണിച്ചു. കാരണം പഠിപ്പിക്കുക, അവിടെ നമുക്ക് മാതൃകയാ കൃഷ്ണൻ. എന്ത്? അവരുടെ കാല് കഴുകാൻ നിങ്ങൾ തയ്യാറായാൽ നിങ്ങളുടെ കാല് കഴുകും വരരുത്. മനസ്സിലായോ? ഇവരെ നിങ്ങൾ വണങ്ങി അനുഗ്രഹം മാടിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ അവരെ വലിയ സ്ഥലത്തിരുന്ന് പൂജിക്കും. നമ്മളിത് ആ പൂജ സ്വീകരിക്കാൻ തയ്യാറായി, ഇതും നമ്മൾ തയ്യാറില്ല അല്ലേ? അതും കാണിച്ചു. പൂജാരി കാര്യങ്ങൾക്ക് സഹദേവൻ ഇങ്ങനെ ഓരോരുത്തരെ കർണൻ ദാനം കൊടുക്കാൻ, കലവറയുടെ ചാർജ് ദുര്യോധൻ, ഇങ്ങനെ ഓരോരുത്തർക്കും അവരുടെ സ്വഭാവം അനുസരിച്ചൊക്കെ ഏൽപ്പിച്ചു. ആദ്യവസാനം കൃഷ്ണനാണേ. ഹോമം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് അവർക്ക് സംശയം വരും. ഉടനെ കൃഷ്ണൻ ഓടിച്ചെന്നു അവർക്ക് മന്ത്രം പറഞ്ഞു കൊടുക്കാൻ. നോക്കണം, വേദസ്വരൂപനല്ലേ അവിടുന്ന്, അവിടുത്തെ നിന്നല്ലേ വേദം ഉണ്ടായത്. അപ്പോഴാണ് അവിടെ ചിലരാൾക്കാർ യാത്ര പറയുമ്പോൾ അവരെ അനുഗ്രഹിക്കാൻ പോകണം, കാലത്ത് നമസ്കരിക്കാൻ വേണ്ടി. അപ്പോഴേക്കും ധർമ്മപുത്രൻ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് തീർക്കാൻ. അപ്പോഴാണ് അവിടെ വിളമ്പി എത്തിയിട്ടില്ല അത്ര ആൾക്കാർ തിരക്കൂട്ടുക. കൃഷ്ണൻ മഞ്ഞപ്പട്ട് മടക്കി കൂട്ടുകൊണ്ട് എടുത്തുകൊണ്ട് ഒക്കെ വിളമ്പി കൊടുക്കാൻ. അത് ഇപ്പോഴോ ആൾക്കാർ തള്ളിക്കയറണം ഊണ് കഴിക്കാൻ. ഇല എടുത്തിട്ട് വേണ്ടേ? ഇല എടുക്കാൻ ആളില്ല. ഭഗവാൻ ഇല എടുക്കാൻ തയ്യാറാണ്, കളിച്ചു മെഴുകാൻ തയ്യാറാണ് കൃഷ്ണൻ. എന്തിനാ കൃഷ്ണൻ തയ്യാറാവാനത്? എവിടെയാ രാഗസൂയത്തിൽ കൃഷ്ണനില്ലാത്തൊരു രംഗം കാണാൻ സാധിക്കുക? സർവത്ര വ്യാപ്തനാണ് അവിടുന്ന്. താത്വികമായിട്ട് മാത്രമല്ല, കൃഷ്ണാവതാരത്തിൽ ഭക്തന്റെ ഈ രാഗസൂയത്തിൽ കണ്ടു. എല്ലാ രംഗത്തും എല്ലാവരും എവിടെ നോക്കിയാലും കൃഷ്ണൻ, എവിടെ നോക്കിയാലും കൃഷ്ണൻ. ഒന്നല്ലെങ്കിൽ വേറൊരു കാര്യത്തിൽ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുക. മനസ്സിലായോ? ഇങ്ങനെ വേണം നമ്മളും. എന്നിട്ട് കയ്യും കെട്ടി മാറിയിരിക്കല്ല. എല്ലായിടത്തും നമ്മുടെ ഉത്തരവാദിത്വങ്ങളൊക്കെ ഭംഗിയായിട്ട് ആക്റ്റീവായിട്ട് ഇൻവോൾവ്ഡ് ആവണം. മനസ്സിലായോ? സാക്ഷിയായിട്ട് മാറി നിൽക്കില്ല. സാക്ഷിയായിട്ട് നിൽക്കുന്നത് ധ്യാനിക്കുമ്പോൾ ഉള്ളിൽ മാറി നിൽക്കാം, പുറത്തൊക്കെ സാക്ഷിയായി നിൽക്കാൻ പാടില്ല. മനസ്സിലായോ? ആക്റ്റീവ് ഇൻവോൾവ്മെന്റ് വേണം. അതും കൃഷ്ണൻ പഠിപ്പിച്ചു. അത് കഴിഞ്ഞു സദസ്സിലുള്ള സദസ്സമുഖന്മാരെയൊക്കെ പൂജിച്ചു. അതുപോലെ സോമലത സോമം ചെയ്ത് അതിന്റെ തീർത്ഥം സേവിക്കണ ആ ദിവസം എല്ലാ മഹാന്മാരെയും സേവിച്ചു, പൂജിച്ചു. ഇനി ഏറ്റവും ശ്രേഷ്ഠനായ ആളെ അഗ്രാസനത്തെത്തി പൂജിക്കണം. അതിനാരെയാ വേണ്ടതെന്നാണ്. അപ്പൊ നേരത്തെ തന്നെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു, ഇല്ലാണ്ടല്ല. എങ്കിലും അവിടെ ചർച്ച ചെയ്തപ്പോ ഏറ്റവും വിവരമുള്ള ആള് സഹദേവനത്രേ. പ്രായം കൊണ്ട് ചെറുതാ, അറിവുകൊണ്ട് വലിയവനത്രേ. അദ്ദേഹം പറഞ്ഞു, മഹാജ്ഞാനിയാ, എന്താ നിങ്ങൾ സംശയിക്കണം? എങ്ങനെ? കൃഷ്ണൻ ഇവിടെ ഉള്ളപ്പോ വേറൊരാളെ അന്വേഷിക്കാൻ പാടുവോ? ഐതദാത്മ്യമിതം ജഗത്. ഏതൊരു പരമാത്മാവാണോ ഈശ്വരനാണോ ഈ പ്രപഞ്ചമായിരിക്കുന്നത്, ആ പരമാത്മ ഭഗവാനാണ് കൃഷ്ണൻ. സച്ചിദാനന്ദ വിഗ്രഹനാണ് കൃഷ്ണൻ. ഈ കൃഷ്ണനെ പൂജിച്ചാൽ എല്ലാ ദേവതകളെയും പൂജിച്ചു. ഇവന്റെ സ്വരൂപമാണ് എല്ലാ ദേവന്മാര്, എല്ലാരും ഇവനാണ്. കൃഷ്ണൻ പറഞ്ഞിട്ടോ ഗീതയിൽ ഇത്? അഹം ക്രതുരഹം യജ്ഞഃ സ്വധാഹമഹം ഔഷധം മന്ത്രോഹമഹമേ വാജ്യം അഹമഗ്നിരഹം ഹുതം.
അഗ്നിയും ഹോമിക്കുന്ന ദ്രവ്യങ്ങളും അതിലുപയോഗിക്കുന്ന മന്ത്രങ്ങളും ഋത്വിക്കുകളും തന്ത്രവും മന്ത്രവും എല്ലാം ഞാനാണ്. ചെറുതും വലുതുമായ യാഗങ്ങള് അല്ലേ എല്ലാം പറഞ്ഞോ, സ്മൃതിയിലും ശ്രുതിയിലും പറഞ്ഞ എല്ലാം ഞാൻ തന്നെയാണ് പറഞ്ഞോ ഇല്ലേ അവിടുന്ന് പറയണ്ട ഇതല്ലേ അല്ലേ? പക്ഷേ അത് മറന്നു. പക്ഷേ അത് ഉൾക്കൊണ്ടവനാണ് ആര്? സഹദേവൻ പറയണു. അതുകൊണ്ട് ഏകേവാദ്വിതീയോസൗ, ഈ കൃഷ്ണനല്ലാതെ ഇവിടെ ജഗത്തിൽ വലുതുണ്ടോ? അവനാണ് സർവസ്വമായിരിക്കുന്നത്. അവനെ സേവിച്ചാൽ എല്ലാവരെയും സേവിച്ചു, എല്ലാവർക്കും സന്തോഷമായി. എങ്കിലും മുതത്തിനോട് ഭീഷ്മരും അതിനെ അനുമോദിച്ചു. അങ്ങനെ എത്രയോ കാലം മുമ്പ് പ്രതീക്ഷിച്ചിരുന്നല്ലേ ഈ മോഹം. ഭഗവാനെ അഗ്രാസനത്തിലിരുത്തി ആ ധർമ്മപത്നിയായ ആ പഞ്ചാലിയോടുകൂടി സ്വർണ്ണക്കലശിൽ പൂജിച്ചു വെച്ചത് ആ വെള്ളമെടുത്തുകൊണ്ട് ഭഗവാനെ അഭിഷേകം ചെയ്യണു. ആദ്യം വീണത് ആനന്ദ കണ്ണീര് കൊണ്ടുള്ള അഭിഷേകം അത്രേ. കൃതകൃത്യനായി താൻ അദ്ദേഹം പൂജയൊക്കെ ചെയ്തു. സർവാലങ്കാരങ്ങളും കൊടുത്ത് നൈവേദ്യങ്ങളൊക്കെ കൊണ്ട് ഭഗവാനെ ആരതി വീഴുന്നു. സന്തോഷാധിക്യം കൊണ്ട് നിറഞ്ഞ കണ്ണീര് കൊണ്ട് ധർമ്മപുത്രൻ പലർക്കും കാണാൻ പോലും കഴിയാതായി. എന്തായാലും വളരെ വളരെ സന്തോഷമായി, ധന്യമായി. എല്ലാവരും ഭക്തന്റെ മഹിമയെ, ഭക്തന്റെ ആ ഭാഗ്യത്തെക്കുറിച്ച്, ഭഗവാന്റെ വാത്സല്യത്തെക്കുറിച്ച്, അനുഗ്രഹമയെക്കുറിച്ചൊക്കെ വാഴ്ത്തി. കൃഷ്ണ ഗുണവർണ്ണന ജാതം മന്യൂന്ന്. ഭഗവാന്റെ മഹിമ കേട്ട മനസ്സ് നേരെയല്ലേ വേണ്ടത്? ഇവിടെ ഒരുത്തൻ ദേഷ്യം എന്ന് പറയും. അതാരാ? വരില്ല എന്ന് പറഞ്ഞിട്ടും വന്നു ശിശുപാലൻ. ശിശുപാലന് എത്രയാ ദേഷ്യമില്ലേ കൃഷ്ണനോട്? തനിക്ക് നിശ്ചയിച്ച പെണ്ണിനെ ഒന്ന് കട്ടുകൊണ്ടുപോയവനാ അല്ലേ? എത്രക്കുണ്ട് കൃഷ്ണനോട്? എപ്പോഴും അവസരം നോക്കിയിരിക്കുക. അദ്ദേഹം അവിടെ നിന്ന് തുടങ്ങി. ഇങ്ങനെ തന്നെയുള്ളൂ. മഹാഭാരതത്തിലാണ് കുറെ കേമാവട്ട്. ഭാഗവതം അത്രയും ശക്തല്ല. മഹാഭാരതം കേട്ടാൽ എന്താ പറയുക, അച്ഛനില്ലാത്തവൻ എത്ര തന്തയ്ക്ക് പറഞ്ഞവരാ നിങ്ങൾ? അങ്ങനെയുള്ളവർ ഇങ്ങനത്തെ, ഇവനെ ഏതാ അച്ഛൻ ഏതാ അമ്മന്നറിയോ, ഇവൻ എവിടെ പറഞ്ഞെന്നറിയോ, ഇങ്ങനത്തെവരെ ഇവനെ പൂജിക്കുള്ളൂ എന്ന്. എന്ത് മോശമായിട്ടാണ് പറയണത്. നമ്മുടെ ഭാഷ തറ ലാംഗ്വേജ് എന്നൊക്കെ പറയില്ലേ? അങ്ങനെയൊക്കെ മഹാഭാരതത്തിൽ ശിശുപാലൻ ചീത്ത വിളിക്കുന്നത്. ഭഗവത് നിന്ദനം കേൾക്കാൻ പാടില്ല, ധർമ്മമാണ് അല്ലേ? അതുകൊണ്ട് ഒന്നിലും ഓടിപ്പോണം. ചില ആൾക്കാർ ഓടിപ്പോകാൻ പോയി. ചില ആൾക്കാര് അവൻ നാവരിയാൻ വേണ്ടിയിട്ട് ആയുധമൊക്കെ എടുത്തു വന്നു. ഭീമസേനടക്കം തന്റെ കട്ടകൊക്കെ ഇട്ട് ഓടി വന്നു. അർജുനൻ ആയുധം എടുത്തു വന്നു. പലരും വന്നു. സമയമായി. അതിനാലാറ് അപ്പോ എല്ലാവരും വന്നു. ഭഗവാൻ പറഞ്ഞു പാടില്ല. അവസാനം അവനും അരയും മുറിയൊക്കെ മുറികൊണ്ട് ആയുധങ്ങളൊക്കെ ആയിട്ട് പുറപ്പെട്ടു. എന്തിനും തയ്യാറായിക്കൊണ്ട് ഭഗവാൻ തൻ്റെ ചക്രത്തെ സ്മരിച്ചു. ആ സുദർശനം പോയി ശിശുപാലന്റെ കഴുത്തറുത്തു. അത്ഭുതം ഉണ്ടായി. ഒരു തുള്ളി രക്തം അവിടെ വീണില്ല. വീണ ശുദ്ധി കലശം വേണ്ടവനെ യാഗല്ലേ നടക്കണത്. അത്ഭുതം. ആ ശിശുപാലൻ എന്നൊരു ജീവൻ ഒരു ദിവ്യ ജ്യോതിസായി ഉയർന്ന് ഭഗവാനിൽ വന്ന് ലയിച്ചു. സായുജ്യം അടഞ്ഞു. അപ്പോഴാണ് ധർമ്മപുത്രൻ കണ്ട് ആശ്ചര്യപ്പെട്ട് ചോദിക്കുക, എന്ത് ഭഗവാനെ ഇങ്ങനെ നിന്ദിച്ച് ഓർമ്മ വെച്ച നാൾ മുതൽ ചീത്ത വിളിച്ച് നടന്ന ഇവന് ദുർഗതിയല്ലേ ഉണ്ടാവേണ്ടത്? ഇവൻ എങ്ങനെയാ സായുജ്യം ഉണ്ടായത്? അങ്ങനെയാണ് ഈ ഭക്തന്മാർക്ക് എന്താ കൊടുക്കുക? എല്ലാം ഭഗവാന് സമർപ്പിച്ച മഹാബലിക്ക് എന്തു കൊടുത്തു? സ്വയം ഭവതി സേവക. അതാ ഭഗവാന്റെ വാത്സല്യം, കാരുണ്യം. അപ്പൊ പറഞ്ഞു എന്തുകൊണ്ട് അവന് സാധിച്ചു? 3 ജന്മങ്ങളായിട്ട് പുറത്തേക്ക് വെറുപ്പും വിദ്വേഷമാണ് കാണിക്കണമെങ്കിൽ നമ്മളെക്കാളൊക്കെ തീവ്രമായ ഭഗവത് സ്മരണയാണ് ശിശുപാലനുണ്ടായത്. വൈകുണ്ഠത്തിൽ ഭഗവാന്റെ പാറാവുകാരായ ദേവജയന്മാരിൽ ജയനാണ് തൻ. സനകാദി മഹർഷിമാരും ആ സമയത്ത് തടഞ്ഞതാണ്. അവരെ ശാപം കൊണ്ട് അസുരരാവണ്ടി വന്നതാണ് ആ വാസന ക്ഷയിച്ച് തീരാൻ. ആ വാസന എങ്ങനെ പോവുക? നമ്മുടെ വാസന, ദുർവാസന സംഹാരത്തിനുള്ള ഔഷധം എന്താ? കുടിക്കലല്ല, കൃഷ്ണനാമജപം, കൃഷ്ണസ്മരണ. നാമം ഒരുപക്ഷെ ചുണ്ടോണ്ട് ചെയ്തു എന്ന് വരാം. നമ്മൾ മനസ്സ് ഭഗവാനെ സ്മരിക്കലാണ്. നിരന്തര ഭഗവത് സ്മരണയാണ് വിഷയസ്മരണ കൊണ്ട് ഉണ്ടായ ഈ ദുർവാസനകളെ കരിച്ചു കളയാനുള്ള മരുന്ന്. തീവ്രമായി 3 ജന്മം കൃഷ്ണനെ തന്നെ സ്മരിച്ച് ഈ ഏതൊരു ദുർവാസനയാണോ വൈകുണ്ഠത്തിൽ നിന്ന് കീഴ്പോട്ട് വരാൻ കാരണമായത്, ആ വാസനകൾ മുഴുവൻ നീങ്ങി മനസ്സ് നിർമ്മലവും പരിശുദ്ധമായപ്പോഴോ. നമ്മളെയും കൂടി പഠിപ്പിക്കരുത്. ഇതൊക്കെ കഥ പണ്ടത്തെ. ഇതിൻ്റെ സന്ദേശം എനിക്ക് നിങ്ങൾക്കും എന്നും എടുക്കേണ്ടതാ. ഇങ്ങനെ ഭാഗവതം കേട്ടാൽ നമുക്ക് കുറേ മാറ്റം ഉണ്ടാവും. ഈ പണ്ടത്തെ കഥയായിട്ട് നമ്മൾ കേട്ടുപോകും. ശിശുപാലൻ രക്ഷപ്പെട്ടു. നമ്മൾ ഇവിടെ തന്നെ ഇരുന്നാൽ മതിയോ? നമ്മൾ രക്ഷപ്പെടണ്ടേ? ഈ ദുർവാസന നമ്മുടെ ഉള്ളിൽ, വാസന ഒന്ന് മാത്രമാണ് നമ്മളെ ഭഗവാന് ഭ്രഷ്ടരാക്കണത്. മനസ്സിലായോ? നമ്മുടെ ഹൃദയത്തിലുണ്ട് ഭഗവാൻ. ഈ വാസനകൾ ഉണ്ടാക്കണ വിചാരങ്ങളിൽ കുടുങ്ങിപ്പോവുക. നമ്മള് ഈ വാസനകളെ ക്ഷയിപ്പിക്കണം. വാസന പ്രക്ഷയോ മോക്ഷാണ്. അതെങ്ങനെ സാധിക്കും? നിരന്തര ഹരിസ്മരണ, ഭഗവത് സ്മരണയാണ്. തീവ്രത എത്ര ഉണ്ടാവും അത്രത്തോളം വേദനിച്ചു. നാരദൻ തന്നെ പറയുന്നുണ്ട്, കാമാൽ ക്രോധാൽ ഭയാൽ ദ്വേഷാൽ. കാമം കൊണ്ടും ക്രോധം കൊണ്ടും ദേഷ്യം കൊണ്ടും ഭയം കൊണ്ടും ഐക്യം കൊണ്ടൊക്കെ അനേക ആൾക്കാർ ഭഗവാനെ അടഞ്ഞിട്ടുണ്ട്.
അതിന് ഉദാഹരണം പറഞ്ഞു. പക്ഷേ വിദ്വേഷഭാവത്തോടെ ഭഗവാനെ സ്മരിക്കുന്നവർക്ക് വേഗം വാസന ക്ഷയിച്ച് ഭഗവത് സായുജ്യം സാധിക്കുന്ന പോലെ തഥാ ഭക്തിയോഗേന ഇതിമേ നിശ്ചിതാമതി. നാരദന്റെ അഭിപ്രായം. അത്ര എളുപ്പത്തിൽ ഭക്തി കൊണ്ട് സാധിക്കില്ല. അതിൽ ശക്തിയാണത്രേ എന്ത്? വിദ്വേഷത്തോടെ സ്മരിക്കാൻ. അതാണ് ഇവന്റെ സൗഭാഗ്യം. ഇങ്ങനെ പറഞ്ഞു. ആ അനുഗ്രഹീതായ രംഗം. പിന്നെ ഭഗവാൻ രാജകീയമായി ജരാസന്ധന്റെ ആൾക്കാരൊക്കെ ശിശുപാലന്റെ ആൾക്കാരൊക്കെ പോയെങ്കിലും അവനെ രാജകീയമായി രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് അയച്ച് സംസ്കാരകർമ്മം ചെയ്യിച്ചു. ഭഗവാന്റെ മഹത്വം നോക്ക്, ആലോചിച്ചു നോക്കൂ. ആ റെസ്പെക്ട് വന്നിട്ടും. അതിനുശേഷം അവർ സ്നാനം ചെയ്തു. ഋഷീശ്വരന്മാരെല്ലാവരും അനുഗ്രഹിച്ചു, ഭഗവാനും അനുഗ്രഹിച്ചു. ബ്രാഹ്മണരുടെയും ക്ഷത്രിയരുടെയും അതുപോലെ ഭക്തന്മാരെ നടുക്ക് ശോഭിച്ചു. ധർമ്മപുത്രൻ എങ്ങനെ? ആകാശത്ത് എരിഞ്ഞു നിൽക്കുന്ന നക്ഷത്രങ്ങളുടെ നടുക്ക് പൂർണ്ണചന്ദ്രൻ എന്ന പോലെ. അങ്ങനെ ഭഗവാന്റെ കൃപ, ഭഗവാന്റെ വാത്സല്യം, ഭഗവാന്റെ കാരുണ്യം, തന്നെ സ്നേഹിച്ചാൽ, ആശ്രയിച്ചാൽ, വിശ്വസിച്ചാൽ അവർക്ക് എന്താണ് ലൗകികമായ ആഗ്രഹമുണ്ടോ അതും ഭഗവാൻ സാധിക്കും. ആ ലൗകികമായതിൻ്റെ അല്പത്വം, നിസ്സാരത ഈ കൃഷ്ണൻ തന്നെ നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ ബോധ്യപ്പെടുത്തി അവസാനം ആ കൃഷ്ണൻ മതി എനിക്കിനി, എനിക്ക് ലോകയുഗം വേണ്ട എന്നാക്കി തീർത്ത് ആ സായുജ്യം തന്നെ അനുഗ്രഹിക്കും ഭഗവാൻ എന്ന് നമ്മെ സത്യം ചെയ്ത് കാണിച്ചു തന്നുകൊണ്ടാണ് ഈ രാധസൂയ രംഗം ഇവിടെ തൽക്കാലം ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കുന്നത്.